Hi guys, welcome back to yet another episode of Old School Podcast. Yes. ഇത് മൂന്നാമത്തെ ടേക്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തതയല്ല, കഴിഞ്ഞ പോഡ്കാസ്റ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ കണ്ടിന്യൂഷനിൽ പോഡ്കാസ്റ്റ് എടുക്കുമെന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ശ്രീകാന്തിനും അതിൽ ആ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിന്റെ ശ്രീകാന്തിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം. ഇനി ശ്രീകാന്ത് സംസാരിക്കാനായി ശ്രീകാന്ത് ഏട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ എന്ത് പറയാ, നിങ്ങൾ എന്റെ സ്പോട്ടിലാക്കിയല്ലോ. വിധി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിന് മുന്നേ തോന്നി, പുള്ളി 8ാമത്തെ പ്രതി ആയപ്പോഴേ തോന്നി ഇതില് അതായത് ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം മിക്കവർക്കും ഹിന്റ് കിട്ടിയെന്ന് തോന്നണം അല്ലേ? മിക്കവർക്കും കിട്ടി. അതിനുശേഷം പുള്ളി ഇറങ്ങിയപ്പോഴാണെങ്കിലും അതുവരെയുള്ള ആറ്റിറ്റ്യൂഡ് അല്ല, ഭയങ്കരമായിട്ട് മാറി. അത് ശ്രദ്ധിച്ചാ പുള്ളി ഇറങ്ങിയപ്പോ തന്നെ സംഭവമൊക്കെ അങ്ങ് ബോഡി ലാംഗ്വേജ് ഒരു കറക്റ്റ് ഒരു പ്ലാനോടുകൂടി പുള്ളി ആ ഒരു സംഭവം പറഞ്ഞു. മറ്റേ മഞ്ജു വാര്യരുടെ എന്തോ ഒരു ഇതിൽ നിന്നാണ് ഇതിന്റെ തനിക്കെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങിയതെന്ന് പറഞ്ഞു. അതെ, ഫസ്റ്റ് 3 months ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് ഫസ്റ്റ് 3 monthsോളം എനിക്കെതിരെ ഒന്നും വന്നില്ല. പക്ഷെ മഞ്ജു ഇങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അന്ന് തൊട്ടാണ് എനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയത്. ഇത് അന്നത്തെ ഒരു IPS ഉന്നത ഉദ്യോഗസ്ഥയുടെ കീഴിലുള്ള സംഘം എന്നെ ഫ്രെയിം ചെയ്തതാണ്. ക്രിമിനൽ പോലീസുകാർ എന്നെ ഫ്രെയിം ചെയ്തതാണെന്നാണ് പറയുന്നത്. പുള്ളി എന്തായാലും അത് പഠിച്ചിട്ട് തന്നെ വന്ന കേട്ടാ പറയാൻ വേണ്ടി. 7 വർഷമായില്ലേ? 7 8 വർഷം എത്ര ആയിട്ട്. പിന്നെ അതിനുശേഷം കുറെ സംഭവങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി. അവർ ലഡു വിതരണം ചെയ്യുന്നു, മറ്റേ റിപ്പോർട്ടറിന് കൊടുക്കുന്നു, ലഡു വിതരണവും പിന്നെ ആഘോഷവും. എനിക്ക് തോന്നുന്നു പടക്കം പൊട്ടിച്ചില്ലെന്നേ ഉള്ളൂ, കോടതി ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ പടക്കം പൊട്ടിച്ച് നന്നായിരിക്കും. കോടതി ലക്ഷ്യം വെച്ചാൽ അത് ചെയ്ത് കാണില്ല. ബാക്കിയെല്ലാം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത്. പിന്നെ റിപ്പോർട്ടർ ടിവിയിലെ ഒരു മറ്റേ പുള്ളിക്കാരെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനും കയ്യേറ്റ ശ്രമം എന്നാണ് അതിൽ എഴുതി. ശ്രമമല്ല, ലഡുവും കൊടുത്ത് എന്തോ ഇങ്ങനെ എന്താണിത് ചോദിക്കും, എന്താണ് വായി. അപ്പോഴും അവര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ മറ്റവര് വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ലഡു കൊടുക്കും. പക്ഷെ റിപ്പോർട്ടർ TV എടുത്തു പറയണം വേറൊരു സംഭവം. ഇതിന്റെ കൂടെ തന്നെ റിപ്പോർട്ടർ TV ഒരു ഡ്രോണൊക്കെ പറത്തി ദിലീപിന്റെ വീട്ടിലോട്ട്. അത് പുള്ളി ഇറങ്ങാൻ നേരത്ത് അത് എക്സ്ക്ലൂസീവ് ഫുട്ടേജ് കിട്ടാനായിട്ട് അങ്ങനെ വീട്ടിന്റെ പ്രിമൈസ്, എനിക്ക് തോന്നുന്ന വീടിന്റെ പ്രിമൈസസിലാണെന്ന് തോന്നുന്നു. അത് ഇനി റോഡിന്റെ വെളിയിലാണെന്ന് അറിഞ്ഞൂടോ. പക്ഷെ എന്നാലും ഒരാളുടെ വീട്ടിന്റെ ഇങ്ങനെ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ക്യാമറ വെച്ചത് പോട്ടടാ, അത് കയറ്റടയ്ക്കുമ്പോ അടയോന്നെങ്കിലും പറയാം. ഇത് ഡ്രോൺ പറത്തി അകത്തോട്ട്. ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ഒരു മീമുണ്ട്, ബാക്കിയുള്ളവർ എന്റെ റേറ്റിംഗ് അല്ലേ ആ പറന്ന് പോണേന്ന്. അതായത് ബാക്കി എല്ലാരും പുറത്ത് ക്യാമറ വെച്ചോണ്ടിരിക്കുമ്പോ ഇവർ അകത്തോട്ട്. അത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും പ്രൈവസിയിലോട്ടുള്ള ഒരാളുടെ വീട്ടിലോട്ട്, ഇപ്പൊ നമ്മളുടെ അനുവാദം ഇല്ലാതെ വീട്ടിലോട്ട് കടന്ന് ശ്രമിച്ചാൽ തന്നെ അതിന് ഇതുണ്ട്, കേസുണ്ട്. ആക്രമിച്ച് കടക്കാൻ ശ്രമിച്ചെന്ന് പറയും. ഇതും അതുപോലത്തെ ഒരു സാധനമാണ്. അവര് ഡയറക്റ്റ് അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുന്ന സാധനം തന്നെ തോന്നുന്നു. ഈ വീട്ടിലെ ഫുട്ടേജുകളെല്ലാം എടുത്ത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അവരുടെ സന്തോഷവും അതൊക്കെ എടുക്കാനാണെന്ന് തോന്നുന്നു അവര് ഇത്. അതല്ല, രാവിലെ ഇറങ്ങണോട്ടുണ്ട് ഇറങ്ങണോട്ടല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളി ഇന്ന് ചെരുപ്പിടണ സമയം തൊട്ട് ഫോക്കസ് ചെയ്ത് എന്നിട്ട് ഇവര് മറ്റേ പോകുമ്പോഴേ ഈ അമേരിക്കയിലെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കാർ ചേസിങ്ങിനൊക്കെ അവര് വീഡിയോ എടുക്കും. അതുപോലെ ഫുട്ടേജ് ഇങ്ങനെ വണ്ടി പോകുമ്പോ കാർ ബ്രേക്ക് എടുത്തുമ്പോ അത് നിൽക്കും. ഇങ്ങനെ അത്രയ്ക്കൊരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ആ സമയം ഉണ്ടല്ലോ, ലൈവൊക്കെ ഭയങ്കര വാച്ചിങ് ആയിരുന്നു. പിന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കാണാമായിരുന്നു. മെയിൻ ചാനലുകൾക്കൊന്നും വിഷ്വൽസ് കിട്ടിയിട്ടില്ല. കാര്യം ഫ്രണ്ടില് ഫുള്ള് മറ്റേ മൊബൈലും അതും കൊണ്ട് ആൾക്കാർ നിൽക്കുകയായിരുന്നു. ഇവര് മറ്റേ ഇവരുടെ ക്യാമറയും വെച്ചോണ്ടിരിക്കുമ്പോഴേ ഇവരെ സംസാരം കേട്ടിട്ടുണ്ടോ ന്യൂസുകാരുടെ? ഇതിനിടയിൽ അങ്ങനത്തെ മൊബൈലൊക്കെ പറക്കി മാറ്റി അതും കൂടെ കേൾക്കാം. ഞാൻ ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കും. അത് ഫുള്ള് കണ്ടില്ല. മുമ്പ് ഇതുപോലൊരു ചേസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, മറ്റേ CD റിക്കവർ ചെയ്യാൻ. പക്ഷേ ഇതായിരുന്നു കാറിന്റെ പുറകില് ചേസ് ചെയ്ത് ടെക്നോളജി വലുതായി. ഡ്രോണില് ചേസ് ചെയ്ത് ആവുമ്പോ കയ്യിൽ നിന്ന് പോവില്ല. ഇത് മറ്റേ 24 ന്യൂസിന്റെ ചിലപ്പോ ഈ 24 ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ കാർ വരുമ്പോഴത്തേക്ക് റിപ്പോർട്ടർ ഫ്രണ്ടിൽ കയറും.
അപ്പൊ ഇവര് പോയില്ലേ, പൊട്ടിച്ച് പോയില്ലേ, എക്സ്ക്ലൂസീവ് സാധനം പോയി. അപ്പൊ മെയിലിൽ പോണതാ നല്ലത്. അല്ല, ഇവര് തമ്മില് ഇപ്പം മറ്റേ ന്യൂസിന്റെ റേറ്റിംഗ് ഉണ്ടല്ലോ, ഇവര് റേറ്റിംഗ് കൂട്ടാനും ഇതിനൊക്കെ ഒരു സ്കാം ഒക്കെ ഉണ്ടെന്നൊക്കെ പറയാനായിട്ട് മറ്റേ ഇത് റിപ്പോർട്ടർ ആണെന്ന് തോന്നുന്നു, അവർക്കെതിരെയാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നത്. എന്ത് സ്കാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് കൂട്ടി കാണിച്ച് ഇത്രയും പേര് ഇത് കാണാണ്, പിന്നെ കേരളത്തിലെ നമ്പർ 1 ന്യൂസ് ചാനൽ എന്നുള്ള റേറ്റിംഗിൽ മാനിപ്പുലേഷൻ നടത്തിയെന്ന് ഉള്ള ഒരു ഇത്. അതിനാണല്ലോ ഇത് നമ്പർ 1 ചാനൽ, ന്യൂസ് ചാനൽ. ടൈറ്റിൽ ഇട്ടാനല്ലേ ഇവരെല്ലാരും ഓടുന്നത്. എല്ലാവർക്കും ടൈറ്റിലുണ്ട്, ഏഷ്യാനെറ്റിന് എന്തോ ടൈറ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാരും നമ്പർ 1 ന്യൂസ് ചാനൽ റേറ്റിംഗ്. നമ്പർ 1 എന്നല്ല, വേറെ ഒരു ബെസ്റ്റ് എന്നായിരിക്കും, മറ്റൊരു മോസ്റ്റ് എന്നായിരിക്കും. അങ്ങനെ ഓരോന്നിനും വ്യത്യാസം. എന്തായാലും അതൊരു സംഭവമായിരുന്നു അന്ന്, ആൾക്കാര് നോക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു താരസംഘടനകളും ബാക്കി സംഘടനകളൊക്കെ തിരിച്ചെടുക്കാനുള്ള അതിനുള്ള ആവേശത്തിലാണ് അവര്. ഇപ്പൊ തന്നെ തിരിച്ചെടുക്കണം. ഉണ്ണികൃഷ്ണനൊക്കെ ഇങ്ങനെ തരിച്ചിരിക്കണം തിരിച്ചെടുക്കാൻ വേണ്ടി. ഫെഫ്കയിൽ ഇങ്ങനെ പെട്ടെന്ന് കയറാൻ പോണു, മറ്റേ ഭാഗ്യലക്ഷ്മി അവര് ഇറങ്ങാൻ പോകുന്നു, അവര് രാജിവെക്കുന്നു. അല്ല, ഫെഫ്കയിൽ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം ഇത് കൊടുക്കോ അപ്പൊ തന്നെ തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് എപ്പം പറ്റുമോ അപ്പൊ തന്നെ തിരിച്ചെടുക്കണം. കാര്യം അന്ന് ഇതേപോലെ പെട്ടെന്ന് പുറത്താക്കി, അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഭാഗ്യലക്ഷ്മി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ തുടരാൻ താല്പര്യമില്ല. കാര്യം ഇവര് വീണ്ടും അപ്പീലിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിന്, ഈ കേസിന്. അപ്പം അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീലിന് വീണ്ടും പോവല്ലേ, മറ്റേ വിധി ഫുള്ളായിട്ട് പ്രഖ്യാപിച്ചില്ലല്ലോ. അതായത് മറ്റവർക്കുള്ള ശിക്ഷയും കൂടി കഴിഞ്ഞിട്ടായിരിക്കും അവർ അപ്പീലിന് പോണത്. അപ്പൊ അപ്പീലിന് പോകുമ്പോഴത്തേക്കും വീണ്ടും അതൊരു കേസിലോട്ട് പോവുകയല്ലേ, കേസിലോട്ട് പോവുകയാണ്. ഇത് തീർന്നില്ല. ഇനി എനിക്ക് ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോർട്ട് വരെ ഉണ്ട്, ഇനി കേസ് കിടക്കുകയാണ്. ഇതൊരു അന്തിമ വിധിയൊന്നും അല്ല. ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം തെളിവുകള് ഭയങ്കര കുറവാണെന്ന് തോന്നണല്ലേ, ഈ ഗൂഢാലോചന തെളിയിക്കാൻ. ഗൂഢാലോചന തെളിയിക്കല് ഭയങ്കര പാടാണ്, പൊതുവെ ഭയങ്കര പാടാണ്. അപ്പൊ അതില് ഇതല്ല, ഇതിനെക്കാട്ടും വലിയ കേസുകളിൽ തന്നെ അങ്ങനെ ഇത് പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2-3 കേസുകൾ മാത്രമേ പ്രോപ്പർ തെളിവോടുകൂടി അവർക്ക് ഗൂഢാലോചന ശ്രമം പറയാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചതിന് ഇങ്ങനെയൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോഴേ ഞാൻ വിചാരിച്ചതില് ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇതില് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് കുറ്റക്കാരനാണെന്ന് ഇത് ഈ ഒരു കുറച്ച് വർഷമെങ്കിലും ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ കുറ്റവിമുക്തനാവുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതില്ലായിരുന്നു. ഇല്ല, ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കുറെ കാലമായിട്ട് കേട്ടോണ്ടിരിക്കുക. കുറച്ചുകൂടെ ഈ ടി വിക്കാര് വൈകാരികതയും കൂടെ തള്ളിയിട്ടോണ്ടാണ്. അത് ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന് കോടതിയിൽ ചെന്ന് ഇങ്ങനെ തെളിവ് കാണിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഇപ്പൊ നമ്മള് ഇമോഷണൽ സാധനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തെളിവില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം. അത് ശരിയാണ്. ഇപ്പം ഈവൻ ബാക്കി എല്ലാരും ചിന്തിക്കുകയാണ് പുള്ളിയാണ് കുറ്റക്കാരൻ എന്ന് പറയുകയാണെങ്കിലും കോടതി പക്ഷെ ആൾക്കാരുടെ മാസിന്റെ ഇതല്ലല്ലോ കോടതി കേൾക്കുന്നത്. ഇപ്പൊ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അതായത് പല കേസുകളിലും ഈ മീഡിയയും ഇതൊക്കെ ഒരുപാട് അറ്റൻഷൻ വരുമ്പോഴത്തേക്കും അത് ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അവരത് മാക്സിമം നോക്കും. അവര് എന്തൊക്കെ പറഞ്ഞാലും തെളിവുകളുടെ ഇത് വെച്ചിട്ടേ വിധിക്കുള്ളൂ. എനിക്ക് നമ്മൾ ഇത്രയും നാളെ കേട്ടതിന്റെ ഒരു ഇതാണ് ഈ ആൾക്കാർക്ക് ഒരു പൊതുവെ. അല്ല, അങ്ങനത്തെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇപ്പം മീഡിയ ജനറേറ്റ് ചെയ്യണ ഒരു പെർസെപ്ഷൻ ഉണ്ട്, അത് ഭയങ്കര ഒരു ഫാക്ട് ആണ്. നമ്മളത് മാത്രമല്ലേ കൺസ്യൂം ചെയ്യത്തുള്ളൂ, അല്ല ഈ കോടതി പ്രൊസീജിയർ നമുക്ക് അറിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ എന്താണ് നടക്കണെന്നുള്ളത്. അപ്പൊ ഈ മീഡിയ വഴി കാണുന്നത് വെച്ചിട്ടുള്ള ഒരു സംഭവം നമ്മളെ മൈൻഡിൽ വരും. പിന്നെ അത് നമ്മൾ പ്രോപ്പറായിട്ട് മീഡിയ മൊത്തത്തിലും അല്ല കാണണം. ഇപ്പൊ ഒരു ചർച്ചയൊക്കെ ആണെങ്കിൽ മൊത്തം 1 മണിക്കൂറൊക്കെ കാണുമായിരിക്കും, അത് മൊത്തവും കാണത്തുമില്ല. ഇവരെന്താണോ കട്ട് ചെയ്ത് വിടുന്നത് അതും കൂടെയാണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ വീഡിയോസ് തന്നെ സാധാരണ ഇട്ടെന്നും പറഞ്ഞിട്ട് അത് മൊത്തം കാണില്ല, ചിലപ്പോൾ അതിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രം ഇട്ടിട്ട് വേറൊരു പെർസെപ്ഷൻ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അപ്പം മൊത്തത്തിലൊരു മാനിപ്പുലേഷൻ ആണ്. പക്ഷെ ഈ കേസിലൊരു സംഭവം ഉണ്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ചെയ്ത ആൾക്കാർ ഗുണ്ടകൾ മാത്രമാണ് പിടിയിലായത്. അവർക്കൊരു സുപ്രഭാതത്തിൽ എണീറ്റ് ഇത് ചെയ്യേണ്ട കാര്യമല്ലോ. അതിന്റെ ഒരു ആരെങ്കിലും തെളിവില്ല, ഓക്കെ, തെളിവില്ല, ഇത് ചെയ്തില്ല. പക്ഷെ ഈ ഒരു മാസ്റ്റർ മൈൻഡ് ആര് അത് കണ്ടുപിടിക്കണം. മോട്ടീവും ഇല്ല, മാസ്റ്റർ മൈൻഡും ഇല്ല. ഇവർക്ക് ആ നടിയോട് ശത്രുത അങ്ങനെ ഒന്നുമില്ല. പിന്നെ അതല്ലാതെ എന്തോ മാസ്റ്റർ
മാസ്റ്റർ മൈൻഡും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ. അല്ല, അത് ആ മോട്ടീവ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. പോലീസാണ് ചെയ്യേണ്ടത്. കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് സബ്മിറ്റ് ചെയ്യണം, എന്നാലേ പറ്റൂ. അത് ഗവൺമെന്റിന്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. എനിക്ക് തോന്നുന്നു അവരും പറഞ്ഞല്ലോ, ഇനി ഗോവിന്ദ മാസ്റ്റർ ആണെന്നല്ലേ പറഞ്ഞു. ഇനിയും ഗോവിന്ദ പിണറായിയും എല്ലാരും ജീവിതയ്ക്കൊപ്പം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയണത്. മറ്റേ എറണാകുളത്ത് പി രാജീവ് പുള്ളി പറഞ്ഞിങ്ങനെ ഹൈക്കോടതിയിൽ പോകും, അപ്പീൽ പോകും എന്നുള്ള സംഭവം പറഞ്ഞു. അല്ല, ഇത് ഗവൺമെന്റ് അപ്പീലിന് പോകണം. കാര്യം ഈ കേസ് വെച്ച് നോക്കുകയാണെങ്കിലും ഈ ചെയ്തവര് മാത്രമേ പിടിയിലായിട്ടുള്ളൂ. ചെയ്യിപ്പിച്ചത് ആരാണെന്ന് ഉള്ളത് ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ അതെന്തായാലും റീസൺ വേണം, അത് കണ്ടുപിടിക്കണം. അല്ലാതെ ഈ ബാക്കിയുള്ള ഈ ചെയ്ത 6 പേർക്ക് അല്ലെ 7-8 പേർക്ക് മാത്രം 6 പേർക്കല്ലേ 6 പേർക്ക് 7-8 വെറുതെ വിട്ടു. ഈ 6 പേർക്ക് മാത്രമല്ലല്ലോ, മറ്റേ എനിക്ക് അതിലൊരു പ്രതിയാണെന്ന് തോന്നുന്നു. അവിടെ വെച്ചിട്ട് വിധി കഴിയുമ്പോഴത്തേക്കും എന്തോ പറയുകയും ചെയ്യും, ബാക്കി അവരെയും പിടിക്കുക അങ്ങനെ എന്തൊക്കെയോ ഒരു സാധനം കണ്ട്. അപ്പം ആ ഒരു സാധനം കൂടി നോക്കണം. അത് ഗവൺമെന്റിന്റെയും പോലീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സത്യം പറഞ്ഞത്. പക്ഷെ ഇനി ആ ഒരു കേസിൽ ഇത്രയും വർഷമായ കേസാണ്. അപ്പൊ ഇനി പോലീസിനൊന്നും ഇനി ഇതില്ലല്ലോ, കഴിഞ്ഞല്ലോ അന്വേഷണം കഴിഞ്ഞ്. ഇനി തുടരന്വേഷണം ആയാലല്ലേ പോലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ള തെളിവ് വെച്ച് അതിലോട്ട് പോകും. ഇല്ല, വേണമെങ്കിൽ അവർക്ക് ഇത് കൊടുക്കാൻ പറ്റും, ഒന്നുകൂടെ റീ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ സാധനമൊക്കെ ചെയ്യാം. ഇപ്പൊ കുറ്റക്കാരനാണെന്ന് വിധിച്ചാലും ഇവർക്ക് അപ്പീൽ പോവാല്ലോ. വിധിച്ചിരുന്നെങ്കിൽ ഇവർക്കും ഇതേപോലെ ഹൈക്കോർട്ടിൽ അപ്പീൽ പോവാല്ലോ. അതേപോലെ ഇവർക്ക് മറുവശത്ത് ചെയ്യാൻ പറ്റും. ദിലീപും പറഞ്ഞല്ലോ, എനിക്കെതിരെ ഗൂഢാലോചനയാണ് നടന്നത്, ഞാൻ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെ ഫ്രെയിം ചെയ്തതാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ എന്തൊരു അത് പുള്ളി രക്ഷപ്പെടാൻ വേണ്ടി മറ്റേ ക്രിമിനൽ പോലീസ് സംഘം എന്ന് പറഞ്ഞത് എന്താണെന്ന് ന്യൂസുകാരന്മാര് ചോദിക്കുമ്പോഴത്തേക്ക് അത് പുള്ളി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു പുള്ളിയുടെ ഒരു ഇമേജ് ഇനി തിരിച്ചു കൊണ്ടുവരണമല്ലോ, ആ ഒരു പരിപാടിയാണല്ലോ. അതാണ് ഇനി ഇൻസ്റ്റയിലൊക്കെ കുത്തൊഴുവാൻ പോകുന്നത്. ഇൻസ്റ്റയിലൊക്കെ തുടങ്ങി, ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ തുടങ്ങി. എനിക്ക് തോന്നുന്നു കമന്റ്സ് ഒക്കെ നോക്കിയത് എല്ലാ വീഡിയോയുടെ ഇതിലും വരും. കഴിഞ്ഞ വന്നിട്ടുണ്ടെന്ന് കാണും, ചീത്ത വിളിക്കും, അതൊക്കെ കാണും. ലാസാനിൽ എന്തായാലും കുറെ വരും. PR ഏജൻസീസ് എന്തായാലും കൊടുത്ത് കാണും. അവര് കമന്റ്സ് ഇടും, ഇങ്ങനെ കുറെ സാധനങ്ങൾ വരും. ഇപ്പൊ ഒരു ലേമാൻ ആണെങ്കിലേ അവരിപ്പോ നോക്കുമ്പോഴത്തേക്കും 1-2 കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കും അവർ ഇൻഫ്ലുവൻസ് ആവും. നോർമലി ഇൻഫ്ലുവൻസ് ആവും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോക്കിയാൽ മതി. നമ്മൾ ഒരാൾക്ക് ഒരു വേറൊരു സ്റ്റോറി ഒരു സാധനത്തിന്റെ അടിയിൽ വരുമ്പോഴത്തേക്കും അവർ ആംഗിളിൽ നിന്ന് പതിയെ ചിന്തിച്ചു തുടങ്ങും. അപ്പം അങ്ങനത്തെ സാധനം അത് ഇത്രയും പെട്ടെന്ന് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും വിധി അനുകൂലമായിട്ട് വന്നെങ്കിലും ഒരു പൊതുബോധവും പൊതുജനങ്ങളുടെ ഒരു ഇത് എതിരാണ്. ഒരു ഡാമേജ് വന്നിട്ടുണ്ട് ഭയങ്കര. അതിന് പയ്യെ ഇതൊക്കെ മറന്നൊക്കെ ആയിരിക്കും ആ ഒരു. എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു ഇത് ഡിജിറ്റൽ ഇതില് അത് ഭയങ്കര ഫാസ്റ്റാണ്. പെട്ടെന്ന് നാളെ വേറൊരു അഭിപ്രായമായിരിക്കും. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ തോന്നുന്നു. അല്ലടാ, ഇത് ഒരു നടിക്കാണ് ഇത് സംഭവിച്ചത്, അതൊരു പബ്ലിക് ഫിഗറിനാണ്. അപ്പൊ ഒരു നോർമൽ ഒരാൾക്കാണ് ഇത് സംഭവിച്ചെങ്കിലേ എന്തുമാത്രം ഈസി ആയിരിക്കും അല്ലേ? അതെ അതെ. അല്ല, പക്ഷെ ഇതിപ്പോ ആ നടിയാണെങ്കിലും അവരിപ്പോ ലൈം ലൈറ്റ് ഇല്ലല്ലോ. ഇപ്പൊ സിനിമ കാണുന്ന ഇപ്പം കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് ദിലീപിനെ കുറിച്ചാണ്, മറ്റേ നടിയെ കുറിച്ചല്ല. അങ്ങനെ വരെ മാറി. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നടിയോടൊപ്പം എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഒരു പുള്ളിക്കാരിയെ ഈ ഒരു ഇതിൽ അതിജീവിതയാണ്, ഇങ്ങനെയാണ് ഒരു സിംബോളിക്കായിട്ട് നിർത്താൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? അങ്ങനെ ശ്രമിച്ചിട്ടില്ല, ആരും ശ്രമിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അവരെ റെസ്പോൺസ് ഒക്കെ ഇവരെ റെസ്പോൺസ് രണ്ടിടത്തും ഇത് അവളോടൊപ്പം, പക്ഷേ ഇതാണ് വിധി. വിധി എടാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 8 വർഷകാലത്തോളം ഇങ്ങനെ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി പെടണം എന്നുള്ളൊരു ആ രീതിയിലുള്ള ചർച്ച മാത്രമാണ്. അല്ലെങ്കിൽ മറ്റേ നീതി കിട്ടണം എന്നുള്ളത് പുള്ളിക്കാരി വന്ന് ലൈൻ ലൈറ്റിൽ ഇല്ലാണ്ടായിപ്പോയി. അതായത് പുള്ളിക്കാരിക്ക് നീതി എന്നുള്ളതിന് മുകളില് കുറച്ചു പേര് പറഞ്ഞത് ദിലീപ് അല്ലെങ്കിൽ ദിലീപിന് അഗെയിൻസ്റ്റ് ഉള്ള ആൾക്കാരും ദിലീപിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള രീതിയിലായിപ്പോയി. ഇപ്പൊ കോസ് മാറി. ഇപ്പൊ ദിലീപ് തന്നെ പറയണു എനിക്കെതിരെയുള്ള ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ ഒരു സ്ട്രോങ് സാധനം ആയിപ്പോയി. പുള്ളി പെടണം എന്നുള്ള രീതിയിലുള്ള ഒരു
ആ ഒരു തോട്ട് പ്രോസസ്. ഇതിൽ കുറെ സാധനങ്ങളുണ്ട്. എന്തോ ഗ്യാങ്, വേറെ ഗ്യാങ് ആണ് അവരെ ഫ്രെയിം ചെയ്യിച്ചത് അല്ലേ, ആ സിനിമയ്ക്കകത്തുള്ള തന്നെ ഗ്യാങ്സ് ആണ് ഇവരെ ഫ്രെയിം ചെയ്യിച്ചെന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് ഇവരൊക്കെ ഇറക്കുന്നുണ്ട്. അങ്ങനെ കുറെ തിയറീസ് ഇറക്കുന്നുണ്ട്. ഇപ്പൊ ഈ മമ്മൂട്ടി മോഹൻലാലും തന്നെ ഇപ്പോഴും നമ്മുടെ ടോക്സിൽ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന അവരിപ്പോഴും സിനിമ ചെയ്യുന്നോണ്ടാണ്, ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്നോണ്ടാണ്. അതുപോലെ മറ്റൊരു ഞാൻ കണ്ടിട്ടില്ല, അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. അതാ അവരുടെ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണം. അത് അങ്ങനെ അവരെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അവരെ നല്ല ആക്റ്റീവായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ അവര് ഇപ്പോഴും അങ്ങനെ ഒരു അവസരം അവർ അഭിനയിക്കാത്തോണ്ടും അല്ലെന്ന് തോന്നുന്നു. 1-2 പടങ്ങൾ, ഒരു പടം വന്നായിരുന്നു ഇടയ്ക്ക്. അത് നടിഗർ ജൂനിയർ മാത്രമേ നടിഗർ മാത്രമേ ഉള്ളൂ. നടിഗറാണെങ്കിൽ അത്ര ഓടിയില്ല, അത്രത്തോളം കുറച്ചു പേർക്ക് അറിയാവൂ. അതെ, കുറെ വർഷത്തിന് ശേഷം വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതൊരു ചാൻസ്. പക്ഷെ ഈ കേസിന് ശേഷം കുറെ കാര്യങ്ങൾ മാറി. അതായത് ഇപ്പം അമ്മയിൽ തന്നെ കുറെ വ്യത്യാസം വന്നു. അവര് സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് ഇതിലോട്ട് വായിച്ചു തുടങ്ങി. അതും ഔട്ടായവരാ, ഫീൽഡ് ഔട്ടായവരാ. അതെനിക്കുള്ള റബ്ബർ സ്റ്റാമ്പ് സെറ്റപ്പ് ആണ് അതിലുള്ള. ഇനി സിനിമ ഇട്ടൊന്നും തമ്പുര ഇതിൽ പോലും വിചാരിക്കണ്ട, ഒരുത്തരും ഇവിടുന്ന് രക്ഷപ്പെടില്ല. നമുക്ക് നേരത്തെ നീങ്ങടെ വന്നോണ്ട് എന്റെ സിനിമാ ജീവിതം കൂടെ നശിപ്പിക്കണമല്ലോ എന്നോർത്തിട്ടാണ് ഇവൻ തന്നെ പറഞ്ഞത്. ആദ്യമേ പറഞ്ഞത് അതില്ലാത്തതുകൊണ്ട് വിഷമായെന്ന് മനസ്സിലായി. അങ്ങനെ സ്നേഹത്തോടെ വിളിച്ചപ്പോഴേ എനിക്ക് അല്ലല്ല, സീരിയസ്ലി ആ ഒരു സംഭവം അവര് ഫോഴ്സ്ഡ് ആയതാണ് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാൻ കുറച്ച് ആൾക്കാർ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിലുള്ള ആരും ഇപ്പം WCCയിൽ അവർ പറയണ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാനോ അങ്ങനെ പറയുന്ന ആരെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഈ അമ്മയിലൊരു സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ WCCയിലുള്ള ആൾക്കാർ, ഇപ്പം രേവതി ആണെങ്കിലും പാർവതി തിരുവോത്താണെങ്കിലും അവരൊക്കെ പറയുന്ന പോലെ ഒരു സ്ട്രോങ് പോയിന്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഒന്നും പറയുന്ന ആൾക്കാരാണ് അവരെന്ന് തോന്നുന്നില്ല. അതിൽ അവരെന്ത് പറയോ അതിൽ മറ്റേ അടിച്ച് ഒപ്പിടൂലേ. ഗവർണർ ആണെങ്കിലും ഒരു സാധനം തിരിച്ചെങ്കിലും ആയിരിക്കും ഫയല്, ഇതില്ലെങ്കിലും. പക്ഷെ ഇതങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അവർക്ക് അത്രയും അസർട്ടീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ ഇവര് ഇത്രയും സീനിയേഴ്സ്. അങ്ങനെ സംസാരിച്ചതായിട്ട് ഒരു സാധനം കേട്ടിട്ടില്ല. അങ്ങനെ സംസാരിച്ചു എന്നുള്ളൊരു സാധനം ഇതുവരെ കേട്ടിട്ടില്ല. സംസാരിച്ചോ ഇനി പുറത്ത് വിടാത്തേടാന്ന് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെ ഒരു സാധനം പൊതുവെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ WCCയിലും അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. അവരെ കരിയർ പണയം വെച്ചിട്ടല്ലേ അവര്. ആലോചിച്ച് നോക്ക്, പാർവതി തിരുവോത്തിനൊക്കെ എന്തുമാത്രം പടങ്ങൾ പോയിട്ടുണ്ട്. അവർ അത്യാവശ്യം നല്ല കാലിബറുള്ള നടിയാണ്. പാർവതി തിരുവോത്തിനാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു അഫക്റ്റഡ് ആയത്. കാരണം അവരാണ് പ്രൈം ടൈമില്, ആ ടൈമിലായിരുന്നു അവര്, അല്ലെ പ്രൈം ടൈം ആയിരുന്നു അവര് കത്തി നിന്ന ടൈമായിരുന്നു. നല്ലൊരു നടിയാണ്, നല്ലൊരു ഇത്തിരി കാലിബറുള്ള ഒരു നടിയായിരുന്നു. പക്ഷെ അവര് അതിനുശേഷം ഔട്ടായതുപോലെ എനിക്ക് തോന്നി, മനഃപൂർവ്വം കുറെ ഔട്ടായതുപോലെ തോന്നി. അങ്ങനെ കുറെ പേര് ഇതിൽ നിന്നും പോയിട്ടുണ്ട്, അത് ഒരു ഫാക്റ്റാണ്. പിന്നെ അതിനുശേഷം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. ഇതിന് ശേഷമാണ് ആ ഒരു സാധനവും വന്ന. അതിൽ തന്നെ ഇപ്പോഴും കുറെ സാധനങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അതിലെ കുറെ സാധനങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ എന്തോ ഈ സാധനം മൊത്തത്തില് അല്ല, അത് ആക്ച്വലി ഇവർക്കും വലിയ താല്പര്യമില്ല, ഗവൺമെന്റിനും വലിയ താല്പര്യമില്ല. അത് മൊത്തത്തിൽ പുറത്തു വിടണ രീതിയിലല്ലല്ലോ. ആ സാധനം വന്നതും കുറച്ച് എന്തോ പേപ്പർ ഔട്ടില് അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് പേപ്പേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. മൊത്തത്തിൽ അവർ ഔട്ടും ചെയ്തിട്ടില്ല. കാര്യം ഇത് ഒരു നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പം അവർക്ക് മേലൊരു പവർ നമുക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത്. കാര്യം മറ്റു സാധനങ്ങളൊക്കെ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഇരിക്കും, വിഗ്രഹങ്ങളങ്ങ് മൊത്തത്തിലങ്ങ് ഉടഞ്ഞു പോകും. അല്ല, ഇതില് അതിനുശേഷം കുറെ ആൾക്കാരുടെ ഇതൊക്കെ വന്നില്ലേ, എന്താന്ന് റെസ്പോൺസ്. ഇപ്പൊ രഞ്ജി പണിക്കർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധ്യമങ്ങൾ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും പറയണത് നിങ്ങളാണ് ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞത്, അപ്പൊ അതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കും. ആവാത്തതിൽ സത്യം പറഞ്ഞാൽ ഈ പൊതുസമൂഹത്തിന് ദിലീപിനെ ശിക്ഷിക്കാത്തോണ്ട് വിഷമമല്ല, ഇതൊരു അപൂർണതയിലാണ് ഈ സാധനം എൻ്റെ ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഗുണ്ടകൾ വന്നു, ഗുണ്ടകളെ വിധിച്ചു. ഇതിന് മോളിൽ ദിലീപ് അല്ലെങ്കിൽ ഇതിന് മോളിൽ ആര്, അത് പ്രൂവ് ചെയ്യണമല്ലോ. ആ ഒരു സാധനം ഇപ്പം അത് ആൾക്കാരെ അത് ചിന്തിക്കും, പ്രത്യേകിച്ച് മലയാളികൾ. അല്ലാതെ ഇപ്പൊ ദിലീപ് കുറ്റക്കാരനാവാത്തതിന്റെ വിഷമവും ഇതൊന്നും അല്ല ആൾക്കാർ. ആരെങ്കിലും ഒരാൾ വേണമല്ലോ, കാണുമല്ലോ ഇതിന്റെ മോഡല്. അതാ ദിലീപ് അല്ലെങ്കിൽ ആര്, ആ ഒരു സാധനം പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പുള്ളിക്കാരിക്ക് ഒരു നീതി കിട്ടൂല.
പുള്ളിക്കാർക്ക് നീതി കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പം ആരെങ്കിലും ഒരു ഗുണ്ടയെ വിട്ട് ഒരാളെ കൊലപാതകം ചെയ്യാണ്, ഗുണ്ടകളെ മാത്രം പിടിച്ച് ഇട്ടിട്ട് അവരെ ചിലപ്പം തൂക്കുകയറിന് വിധിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ അവരൊരു ജീവപര്യത്തിന് വിധിച്ചു. അപ്പൊ അവര് നോക്കുമ്പോഴത്തേക്കും ഗുണ്ടകൾ മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ. പക്ഷേ ഗുണ്ടകൾ ചുമ്മാ ഇരിക്കുന്ന ഗുണ്ടകൾ പോയി ചെയ്യൂലല്ലോ. ഇത് പറഞ്ഞുവിടാൻ ഒരാൾ വേണമല്ലോ. അതും കൂടി തെളിയിച്ച് ആരാണോ വാടകയ്ക്ക് എടുത്തതെന്നുള്ളതും കൂടി തെളിയിച്ചു കഴിഞ്ഞാലല്ലേ മരിച്ച ആൾക്കൊരു നീതി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഇരയായ ആൾക്കൊരു നീതി കിട്ടുള്ളൂ. ഇവിടെ ആ ഒരു സാധനം മിസ്സിംഗ് ആണ്. ഇത് വീക്ക് ലിങ്ക് ആണ്, അത് മിസ്സിംഗ് ആണ്. പിന്നെ അത് ജനങ്ങളിലോട്ട് പോകുന്ന ഒരു മെസ്സേജും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ ഈ ഒരു ഇതില്ലാത്തോണ്ട് ഒരു മെസ്സേജ് അത് ഇനി അല്ല. ഇപ്പം ഇവര് പറയണ ഒരു നെഗറ്റീവ് വെച്ചിട്ടാണെങ്കിൽ ദിലീപ് അല്ല കുറ്റക്കാരനെങ്കിൽ ഇത് ആരാണ് യഥാർത്ഥ കുറ്റക്കാരൻ എന്നുണ്ടെങ്കിൽ ദിലീപിന്റെയും കൂടി ദിലീപിനും അത് ആവശ്യമാണോ? അല്ലെങ്കിൽ അല്ലേ ദിലീപ് അല്ല കുറ്റക്കാരനെങ്കിൽ ഇത് ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഉത്തരവാദിത്വം ഉണ്ടാകുന്നില്ല. പക്ഷേ അതുവരെയും അത് ആരാണെന്ന് കണ്ടുപിടിക്കാത്ത വരെയും ഒരു പുകമറയെ തന്നെ ആയിരിക്കും. അല്ല, ഈ പുകമറ ക്ലിയർ ആക്കാൻ ദിലീപ് ശ്രമിക്കും എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഗട്ട് ഫീലിംഗ് സേസ് സോ. കുറച്ച് PR ഒക്കെ വന്ന് അങ്ങനെ അങ്ങ് പോവുമായിരിക്കും. ഇനിയിപ്പം മറ്റേ ബബ്ബ ട്രെയിലർ ഇറങ്ങാൻ പോകും. ഫാൻസുകൾക്ക് ഒരു ആഘോഷരാവാക്കണം. അല്ല, അന്ന് 8ാം തീയതി ഇറക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഡിലേ ആക്കിയത്. അല്ല, ഈ ഇവിടെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിന്നാലേ കാര്യമുള്ളൂ. അതാണ് മെയിൻ സാധനം. ഇപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ പോലും വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ അവ അങ്ങ് പോവും, അല്ലാതെ വേറെ ഒന്നുമില്ല. അതേപോലെ ഇങ്ങനെ ഇപ്പം കൂടുതലും കൺസ്യൂം ചെയ്യണ മൊബൈല് അല്ലെങ്കിൽ അങ്ങനെ ഡിജിറ്റൽ സാധനങ്ങളെ കൺസ്യൂം ചെയ്തോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നിന്നിട്ടേ കാര്യമുള്ളൂ. റെലവെന്റ് ആയിട്ടിരിക്കണം. അതിന് പുള്ളി എന്തായാലും പരമാവധി ശ്രമിക്കും. പുള്ളിക്ക് അതിനുള്ള ചുമ്മാ കിടക്കയില്ലേ. എടാ ഭയങ്കര പവർഫുൾ ആയിരുന്നടാ പുള്ളി ഒരു സമയത്ത്. ഇപ്പൊ എന്താണ് വാരി വരച്ച് ഇറങ്ങിയത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പുള്ളി ഒരു സമയത്ത് മലയാള സിനിമ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന പുള്ളി തന്നെയായിരുന്നു ഒരു സമയത്ത്. അപ്പം ഇനി ഇപ്പൊ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പുള്ളിക്ക് അതിലോട്ടൊരു എൻട്രൻസ് കുറച്ചും കൂടി എളുപ്പമായി. ഇപ്പൊ ഈവൻ ദോ ഒരു നടനായിട്ട് ശോഭിച്ചില്ലെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളിലൊക്കെ പുള്ളിക്ക് കൈവയ്ക്കാൻ പറ്റും. പടങ്ങൾ അക്സെപ്റ്റ് ഇതാവൂലായിരിക്കും, എങ്കിലും ഫെഫ്കയിലൊക്കെ കയറി കഴിഞ്ഞാലും ബാക്കിയുള്ളതിൽ കയറി കഴിഞ്ഞാലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ബിസിനസ് കിടിലായി കൊണ്ടുപോകാൻ ഇനിയും ചാൻസ് ഉണ്ട്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായമാണ്, സിനിമയിൽ കയറുമ്പോൾ മാറ്റമായിരിക്കും. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ കഴിവിനെക്കാട്ടും കൂടുതൽ കോണ്ടാക്ട്സ് ആണ് ആവശ്യം. നെറ്റ്വർക്കും ആവശ്യം. അതാണ് മെയിൻ. കഴിവ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നു. കഴിവ് മാത്രം ഉണ്ടായിട്ട് രക്ഷപ്പെടില്ല, കോണ്ടാക്ട്സ് മാത്രം കോണ്ടാക്ട് മാത്രം ഉണ്ടെങ്കിൽ രക്ഷപ്പെടില്ല. കുറച്ച് കഴിവാണ്. അതൊക്കെ എടാ ഒരു നല്ലൊരു ഡയറക്ടർ ആണെങ്കിൽ എന്തായാലും പുറത്തിടും സാധനം, എന്തെങ്കിലും പുറത്ത് അങ്ങനത്തെ റോളെങ്കിലും നിനക്ക് പുറത്ത് വരാനുള്ള ഒരു മിനിമം സാധനമെങ്കിലും വേണം. പക്ഷേ എന്റെ ഒരു ഇത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പിന്നെ ഇപ്പം ഇവര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റേ ഇവര് എതിർത്ത് പറയുന്നില്ലെന്ന് ഇവരുടെ നിലനിൽപ്പുണ്ടല്ലോ. സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ഡിഫെൻസീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കാൻ പറ്റൂല. നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വിടാം. എനിക്കൊന്ന് ജോയ് മാത്യു ഒക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനൊക്കെ നല്ല കാണാനേ ഇല്ല. മൊത്തത്തില് കുറച്ച് വളരെ എവിടെയെങ്കിലും ഒന്ന് കണ്ടാലായി. മറ്റേ ജഗതി പറയും പോലെ കാറ്റടിച്ച 2 തുള്ളി എന്ന് പറയുമ്പോ അതേപോലെ ആയി. പിന്നെ ആസിഫ് അലിയുടെ കാര്യം, അത് ഡിപ്ലോമാറ്റിക്. ഇപ്പം വോട്ടിടാൻ വേണ്ടി പോണോണ്ട് എല്ലാവർക്കും വന്നാലേ പറ്റൂ. വന്നു കഴിഞ്ഞാൽ മൈക്കും കൊണ്ടുവരും. മൈക്ക് കൊണ്ടുവന്നിട്ട് ആദ്യം ഇങ്ങനെ ചോദിക്കും, ഇപ്പൊ പ്രാവശ്യം ആരായിരിക്കും ജയിക്കും, ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഒരു പതുക്കെ ഇത് ഇടും. ഇത് ഇടുമ്പോഴേ അവര് ഇങ്ങനെ പറയും, ഓ ഇങ്ങനെ ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ. രഞ്ജി പണിക്കറാണെങ്കിൽ പിന്നെ മറ്റേ പടപട കിങ്ങിന്റെ ഡയലോഗും അങ്ങനെ അടിച്ചടിച്ച് നിക്കാൻ പറ്റും. അങ്ങനെ മാധ്യമങ്ങൾക്ക് അജണ്ട ഇല്ലേ എന്നും പറഞ്ഞ് മറ്റേ കിങ്ങിനെ പോലെ നിങ്ങൾ വിചാരിച്ചില്ലേ, നിങ്ങൾക്ക് നിരാശയുണ്ടോ? ഗ്യാസ് ലൈറ്റ് ഒക്കെ ചെയ്യണം. ആസിഫ് അലിക്ക് അവിടെയും ഇവിടെയും ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച്, എല്ലാവരും മിക്കൊരു ഡിപ്ലോമാറ്റിക് തന്നെ അപ്രോച്ച്. നല്ല ഡിപ്ലോമാറ്റിക്, പിഷാരടി കുറച്ച് കോൺഗ്രസ് അനുഭാവിയും കൂടിയാണ്. അല്ല കോൺഗ്രസ് തന്നെയാണ്.
അതില് മറ്റേ അടൂർ ജലനത്തിലല്ല, അടൂർ അടൂർ പ്രകാശ്. പ്രകാശ് അത് പുള്ളി ഇതേപോലെ പറയൂടാ, അതായത് ആദ്യം ഒരെണ്ണം പറയും എന്നിട്ട് പിന്നീട് മാറ്റി അല്ല ആദ്യം പറഞ്ഞത് മുട്ട റോങ്. wrong. അത് ഇലക്ഷന്റെ ഡേയില് അപ്പൊ തന്നെ ബാക്കിയുള്ളവർ പറയും കോൺഗ്രസിലുള്ള സ്ത്രീകളെ ശ്രദ്ധിച്ചോളാം. ശശി തരൂരിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അടൂർ പ്രകാശ് ഇങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ആ പുള്ളിയുടെ കാര്യം പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ അങ്ങനെ പറഞ്ഞത് നടപടി അല്ലെ ഈ തുടർ നടപടിക്ക് പോകുന്നത് വലിയ കാര്യം എന്നാണ് പറഞ്ഞത്. പക്ഷെ അടൂർ പ്രകാശ് പറഞ്ഞത് മറ്റേ വലിയ കാര്യമില്ല, വലിയ അപ്പീല് പോവും. സർക്കാരിന് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, അപ്പീല് പോട്ടെ. എന്നിട്ട് ദിലീപിന് നീതി കിട്ടി, ദിലീപിന് നീതി കിട്ടിയെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. അത് ഈ കോൺഗ്രസിന്റെ കൺവീനർ എന്തോ ആണ്. എല്ലാ വി.ഡി. സതീശനൊക്കെ ഓടിക്കാണും അല്ലേ? കാരണം എലക്ഷൻ അല്ലേ, എലക്ഷനെ ബാധിക്കും ഇതൊക്കെ. പിന്നെ ബാധിക്കും എല്ലാ എണ്ണം. പിന്നെ അവരെ അങ്ങേരെ തള്ളി പറഞ്ഞു. പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് കുറച്ചും കൂടെ തള്ളി പറയാനും അവർക്ക് പറ്റുമല്ലോ, എളുപ്പമാണ്. അത് പരിശോധിക്കുമെന്ന് പോലും പറയില്ല. മറ്റിലാണെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പരിശോധിക്കും, വേണ്ട ഇതൊക്കെ നടപടി നോക്കുമെന്നൊക്കെ പറയും. പക്ഷെ ഇതില് പരിശോധനയൊന്നും ഇല്ല. അപ്പൊ തന്നെ മറ്റേൽ ഇങ്ങനെ പറയാനും അവർ റെസ്ട്രിക്ഷൻ ഉണ്ട്. എല്ലാവർക്കും പറയാൻ പറ്റില്ല. ഡിപ്ലോമസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ ഡിപ്ലോമസിയുടെ കിങ് ആയിട്ടുള്ള ലാലേട്ടന്റെ പഴയ ഇത് ക്ലിപ്പും പടം വരയ്ക്കണല്ലേ പുള്ളി പറയണ. പുള്ളിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയണ. അത് വന്ന് കണ്ടില്ല. ഞാൻ അവർക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പമാണ്, എന്നാലും പുള്ളിക്കും പ്രാർത്ഥിക്കുന്നു. അതൊക്കെ വന്നടാ, അതൊക്കെ എടുത്തിട്ട് അപ്പോഴതില് കമന്റ് ഒക്കെ പ്രാർത്ഥന കേട്ടു ലാലേട്ടാ. അല്ല അന്ന് വേറെന്തോ രണ്ടുപേരും നമ്മളുടെ മക്കളാണ്. അത് ഗണേശനാണ് പറഞ്ഞത്. ഗണേഷ് കുമാറാണ് പറയുന്നത്. രണ്ടുപേർക്കും നീതി കിട്ടണം. രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ദിലീപ് ഏട്ടനും കിട്ടണം, മിസ് ചെയ്ത് ലഡുവൊക്കെ മിസ് ചെയ്ത് രാഹുൽ. പക്ഷെ ഇത് മറ്റേ ഇതില് വണ്ടിയിൽ ഇന്ന് കോടതിയിൽ കൊണ്ടുപോയി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ദിലീപ് ഏട്ടന് നീതി കിട്ടിയത് എനിക്ക് ഇങ്ങനെ ആദ്യം വി ഉണ്ട്. ദിലീപ് ഏട്ടന് നീതി കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ 5 ദിവസം കഴിച്ചിട്ടില്ല, 4 ദിവസം വെള്ളം കുടിച്ചിട്ടില്ല, 11 കിലോ കുറഞ്ഞു. എന്നിട്ട് പിന്നെ എന്തോ കിഡ്നിക്ക് പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ല ഡോക്ടർ പറഞ്ഞ കിഡ്നിക്ക് പ്രശ്നമാവുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറ ഒരു മിനിറ്റ് അങ്ങോട്ട് ഒരു സമയം കിട്ടി, അതിനുള്ളിൽ 30 സെക്കൻഡിൽ പുള്ളി പറഞ്ഞ ഈ വിധി വരുമ്പോഴ് പുള്ളി ദിലീപ് ഏട്ടനൊപ്പം എന്നും പറഞ്ഞ് മറ്റേ ശബരിമലയില് ബാൻഡ് ഇട്ടില്ലേ, അതേപോലെ ഇവിടെ എഴുതിക്കൊണ്ട് ഇതടിക്കും ബാൻഡ് അതും കൊണ്ട് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ പാവം അകത്തായി. അല്ല അങ്ങനെയാണ് ഏറ്റവും മിസ് ചെയ്തത് ഈ ഒരു സാധനം. ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ കുറച്ചും കൂടെ ഹേറ്റ്നെസ് വന്നേനെ, കുറച്ച് വിധി തന്നെ എതിരായ. ന്യൂസുകാർക്ക് ഒരു ഇതായിരുന്നടാ, ന്യൂസുകാർക്ക് കിട്ടിയ ഒരു മറ്റേ വേറെ ആൾക്കാരെയൊക്കെ കൊണ്ടിരുന്നത് വലിയ ഇമ്പാക്ട് ഉള്ള ആൾക്കാര്. ആകെ സജി നന്ദിയായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദിയായിട്ടിന് പിന്നെ എന്ത് പറയാനാ, പുള്ളി ഇങ്ങനത്ര ഇത് പറയാൻ പറ്റൂല. ഈ രാഹുൽ മാങ്കൂട്ട് ഇങ്ങനെ ഇരുന്നപ്പോ തന്നെ പുള്ളി ഇതിൽ എൻട്രി ആയപ്പോ തന്നെ രാഹുല് തേഞ്ഞ്. ഇപ്പൊ ഈ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ വെറുപ്പിച്ച് കൈ കൊടുത്തേനെ. ഇമ്പാക്ട് പിആറിൽ നിൽക്കൂല, ദിലീപിന്റെ പിആറിലൊന്നും ഈ സാധനം നിൽക്കൂലായിരുന്നു. പുള്ളി ഒരു 2 ദിവസം പുറത്തിറങ്ങി ന്യൂസിലുണ്ടായിരുന്നെങ്കിൽ കേരള ജനക്കൂട്ടം വെറുത്തേന്. അല്ല ഇങ്ങനെ മണ്ടത്തരം കാണിച്ചത്. അതായത് പോലീസ് പിടിക്കാൻ വന്നപ്പോ ലൈവ് എന്തോ ചെയ്തോണ്ടിരുന്നിട്ട് അകത്ത് നിന്നിട്ട് പറയും ഞാൻ ലാപ്ടോപ്പ് പൊളിച്ചു വെക്കട്ടെ. ലൈവിൽ എന്തുകൊണ്ട് പറയണ? പോലീസ് പറഞ്ഞ പോലീസ് ലാപ്ടോപ്പ് ചോദിക്കും, ഞാൻ ലാപ്ടോപ്പ് പൊളിച്ചു വെക്കാം. അത് പോലീസ് തെളിവ് നശിപ്പിക്കലാണ്. അത് പോലീസ് പുറത്തു വിടൂല. കാര്യം പുറത്തിറങ്ങിയ വീട്ടിൽ തെളിവ് നശിപ്പിക്കൂലേ. കോടതി കളിച്ചാൽ പോലീസ് ചോദിച്ച് ലാപ്ടോപ്പ് എവിടെ? അത് ടെക്നോ പാർക്കില്ല. ഇന്ന് അവധിയല്ലേ, ഇന്ന് എടുക്കാൻ പറ്റില്ല, അവധിയല്ലേ. സാറേ എങ്ങനെ പുള്ളിയൊരു സൗണ്ട് അറിഞ്ഞൂടെ? സാറേ പോണം, ഇതവിടെ? അത് ടെക്നോ പാർക്കില്ല, ഇവിടെ ഇല്ല, അവധിയല്ലേ. നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെ കാണുമ്പോ പാവം മനുഷ്യനാണ്. നമ്മള് അത് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതില് വരുമ്പോ വേറെ ഫ്ലിപ്പ് ആവും. ക്രിക്കറ്റ് കളി അല്ലേ, ക്രിക്കറ്റ് കളിക്കും. മറ്റേ കോഫി ഹൗസിന്റെ അവിടെ കണ്ടിട്ടുണ്ട്, കാര്യവട്ടത്ത് വരാറുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ക്യാമറ വരുമ്പോ പുള്ളി ഫ്ലിപ്പ് അടിക്കും, വേറൊരു വ്യക്തിത്വമാവും. അപ്പൊ എനിക്ക് തോന്നുന്ന ഈ രാഹുൽ ഈശ്വർ അടക്കമുള്ള ഒരു ദിലീപ് ഫാൻസിന്റെ ഇതില് ഇന്നലെ ഉമ്മ വയ്ക്കണ അത് സത്യം. ആ സ്പോട്ട് രാഹുൽ ഈശ്വറിന്റെ സ്പോട്ടായിരുന്നു. അത് പുള്ളിയാണ്. ഏതാണ്ട് ഒരു ഇങ്ങേരും
അമ്മാതിരി കൊണേടിയാണ്, മറ്റെങ്ങേലും നല്ലൊരു സംസാരമാണ്. അതില് അങ്ങ് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഇവര് തമ്മിൽ മറ്റേ സ്പേസ് അങ്ങ് എടുത്താൽ ഇവര് തമ്മിൽ മത്സരമായിരിക്കും. ആര് കൂടുതൽ ഇതെടുക്കും. അതെ, പൃഥ്വിരാജ് ഇങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോഴ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും ആഘോഷവും, പിന്നെ എനിക്ക് തോന്നുന്നു ശരത് അബ്ബാനി പോയി ഫോട്ടോ എടുക്കാൻ പോവുക, എന്നിട്ട് പോസ്റ്റ് ഇടുക, അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരെടുത്ത് അവര് ഇതൊക്കെ നമ്മൾ സന്തോഷവും, അത് സത്യം പറഞ്ഞ ഭയങ്കര ഒരു കാണുമ്പോൾ ഒരു ഡിസ്റ്റർബിങ് ഫീലാണ് എനിക്ക് തോന്നണം. പക്ഷെ അതങ്ങനെ നമ്മള് അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. കാര്യം ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ്, അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യും. ഇനിയിപ്പോ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇതിലിപ്പോ സത്യം പറഞ്ഞ ഒരു എൻഡിങ് വന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആരാണ് ഇത് ചെയ്ത ദിലീപ് അല്ലെങ്കിൽ ആരാണെന്നുള്ള സംഭവം വരാതെ ഇതിലൊരു എൻഡിങ് വരില്ല. അപ്പൊ ഇതിന് എന്തായാലും അവര് ഇനിയും പോകുന്നാണ് പറഞ്ഞത്. ഗവൺമെന്റും എനിക്ക് തോന്നാനില്ല ഇതിൽ നിന്ന്. കാര്യം ഗവൺമെന്റിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇതിപ്പം സ്ത്രീ സുരക്ഷയൊക്കെ വെച്ച് ഇതിപ്പോ അടുത്ത ഇലക്ഷനൊക്കെ ഇത് ഭയങ്കരമായിട്ട് എടുത്തിടാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പൊ എന്തായാലും ഗവൺമെന്റിന് ഇതൊരു എടുത്തിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കോൺഗ്രസ് അങ്ങനെ ഇടാൻ പറ്റൂല. കോൺഗ്രസും BJP ആണ് കുറച്ച് സപ്പോർട്ട്. എനിക്ക് അങ്ങനെ എടുത്തിടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ ഇത് ആൾക്കാരുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇത് ഗവൺമെന്റിന്റെയും കൂടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അപ്പം അവരും ഇത് പോവും, ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ആരാണെന്നുള്ളത് തെളിയിക്കണം. അല്ലാതെ ഇങ്ങനൊരു എൻഡിങ് അല്ല ആൾക്കാരും ഇതാണ്. അല്ല ഇപ്പം ആൾക്കാർ വിചാരിക്കും പോലെ ദിലീപ് ആണ് ഇതില് കുറ്റക്കാരൻ എന്നുള്ള, അല്ലെങ്കിൽ അവരാകുമ്പോൾ സന്തോഷിക്കണ സെറ്റപ്പ് അല്ല. ഇതിൽ ആരാണെന്നുള്ളത് തെളിയണം. ഇതല്ലെങ്കിൽ ആരാണെന്നുള്ളത് തെളിയണം. ആ ഒരു ഇതല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തിനു ചെയ്തു ആ ഒരു മോട്ടീവ് പ്രൂവ് ആവണം. എങ്കിലേ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് അറിയണം. ഫുള്ളായിട്ട് അവർക്ക് നീതി കിട്ടുള്ളൂ. കംപ്ലീഷനും വരൂല. ഇത് ഒരു എന്താ വെച്ചാൽ ഇതൊരു പേഴ്സണൽ ഇതുപോലെ തോന്നും. വിധിയൊക്കെ വരുമ്പോഴേ ആൾക്കാർക്കും ഇതൊരു ഭയങ്കര എന്തൊക്കെ പറഞ്ഞാലും നമ്മള് ടിവിയില് 8 വർഷമൊക്കെ ടിവിയില് അടുത്തിരുന്ന ഒരുപാട് ഫാമിലീസ് ഒക്കെ കാണുമല്ലോ. അവർക്കൊക്കെ ഒരു കുറെ പേർക്ക് സത്യം പറഞ്ഞ പേഴ്സണൽ ആയിട്ടൊരു ഒരു വിഷമം പോലെ വന്ന് ഈ വിധി കേട്ടപ്പോഴേ. ഞാൻ കേട്ടിട്ടുണ്ട്, കുറച്ചുപേര് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അവര് അയ്യോ അതിങ്ങനെ ആയോ എന്നൊക്കെ പറഞ്ഞു. നീതിപീഠത്തിനോട് വിശ്വാസം പോയി അങ്ങനത്തെ ഒരു അത്. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് തെളിവുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അത് കിട്ടിയാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് കോടതിയിൽ വേറെ ഇപ്പം ഇമോഷൻ വർക്ക്ഔട്ട് ആവുന്ന ഒരു സ്ഥലം അല്ല, ഇമോഷൻ മുകളിൽ പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലം അല്ല കോടതി എന്ന് പറയുന്നത്. അവിടെ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. കോടതി പറയാതെ ഒരാളെ കുറ്റക്കാരനാണെന്ന് പറയാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കോടതിയിലെ വിശ്വാസം നഷ്ടപ്പെടുന്ന അങ്ങനത്തെ സംഭവം നഷ്ടപ്പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴേ ആൾക്കാർക്ക് കംപ്ലൈന്റ് ചെയ്യാനോ ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കാനോ ഉള്ള ഒരു ഇതാണ് നഷ്ടപ്പെടുന്നത്. അത് അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായാലും പുള്ളിക്കാരിയും ഇപ്പം അതിജീവിതയും ഇതേപോലെ ഈ ഫീൽഡ് ലൈം ലൈറ്റിൽ തന്നെ നിൽക്കണമെന്നാണ്. അപ്പം സിനിമ എന്ന് പറയുന്ന ഒരു ഇന്റർ കണക്റ്റഡ് മേഖലയാണ്. എന്തായാലും അതില് ഈ ഒരു ഇതിൽ ബുദ്ധിമുട്ട് ചിലപ്പോൾ നിൽക്കാൻ പാടായിരിക്കും. ഇപ്പം ഇങ്ങനെ തുറന്ന് പറഞ്ഞ ആൾക്കാർക്ക് നിൽക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. പക്ഷെ ആരുടെയും ഒരു കുത്തകയല്ല, കഴിവുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാം, ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാം. അത് അവർക്കും കൂടെ ആ ഒരു ഇത് വരണം. പക്ഷെ നമ്മുടെ ആഗ്രഹമാണ് പുള്ളിക്കാരിയും ആ ഒരു ഇതില് നിറഞ്ഞു നിൽക്കണം. മൊത്തത്തിൽ ഒരു മെസ്സേജ്, അതൊരു മെസ്സേജ് ആണ്. ഈ പണ്ടത്തെ ആ ഒരു ലോബിയിങ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ സാധനമൊക്കെ ഇപ്പൊ കുറെ മാറി. കുറെ ആൾക്കാർക്കൊക്കെ ഒരു സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ സൈഡുകളുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ സുരേഷ് കുമാർ അവരൊക്കെ അവരുടെ ഒരു ടീം ബെൽറ്റ് പോലത്തെ ഒരു ടീമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ബെൽറ്റ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടിങ്ങും അതിന് വേറെ തിയേറ്ററും അതാണ് പ്രശ്നം. അതൊരു വിഷയമാണ്. കാരണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുത്തിട്ട് പോസ്റ്റർ അടിക്കാതെ നല്ല പ്രൊമോഷൻ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു, പടം നിൽക്കൂല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഉള്ളതായോണ്ടാണ് ആൾക്കാർക്ക് ഇത്ര ഒരു ഇത്. ശരിയാണ്, ആർക്ക് വേണമെങ്കിലും ഇത്. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിനിമകൾക്ക് ഇപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. അതിന് വലിയ പ്രശ്നം വരൂല. ഇടയ്ക്ക് വെച്ച് OTT ഇപ്പൊ കുറച്ച് പണ്ട് OTT ഒരു ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞു. OTT-കാർക്ക് അവര് ഭയങ്കര കുറച്ചാള് OTT-കാരെ പറ്റിച്ചോണ്ടിരുന്നു. കുറെ ഇങ്ങനെ കൂതറ സിനിമകളൊക്കെ ഇട്ടിട്ട് അവര് കുറെ പൈസക്ക് മേടിച്ച്
പിന്നെ അവര് കുറച്ച് ക്വാളിറ്റി ഇതൊക്കെ നോക്കിയിട്ട് അവര് പിന്നെ തിയേറ്ററിൽ ഓടി വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ട് അവർ എടുക്കുള്ളൂ. പിന്നെ അതിന് തിയേറ്റർ സ്കാം കടന്നു. ഐ മീൻ ഈ ടിക്കറ്റുകൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ട് ആള് പോകൂല, ടിക്കറ്റ് നിറഞ്ഞു നിൽക്കും. അങ്ങനത്തെ കുറെ സ്കാം പരിപാടികൾ തന്നെ. അവസാനം ഇപ്പൊ അവരും മടുത്തെന്ന് തോന്നുന്നു, OTT-കാരും ഏതാണ്ട്. അല്ല, OTT-കാർക്ക് ഒരുപാട് നഷ്ടം വന്നു കാണും. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ 2 ഒക്കെ എടുത്ത നെറ്റ്ഫ്ലിക്സ് ആദ്യമേ എടുത്ത് ഇന്ത്യൻ 2 ഒക്കെ അത് തിയേറ്ററിൽ വന്നിട്ട് അത് എനിക്ക് തോന്നുന്നില്ല, അത് ഭയങ്കര നെറ്റ്ഫ്ലിക്സിന് ഭയങ്കര നഷ്ടമായിരിക്കും. നെറ്റ്ഫ്ലിക്സ് കാണാതായിരിക്കും എടുത്തത്, കാണാതായിരിക്കും. കാരണം ശങ്കറിന്റെ പടം, കമലഹാസന്റെ അങ്ങനെയല്ലല്ലോ. ഇവര് റിലീസ് ആവുന്നതിന് മുന്നേ ഇങ്ങനത്തെ പടങ്ങളെല്ലാം റിലീസ് ആവുന്നതിന് മുന്നേ ഈ സ്റ്റാർ വാല്യൂവും ഡയറക്ടറിന്റെ വാല്യൂ ഒക്കെ വെച്ചിട്ട് ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് അവർ എടുക്കും. ചില സിനിമകൾ 200 കോടി 150 കോടി അങ്ങ് വെറുതെ എടുക്കും. പിന്നെ അതിനുശേഷം അവര് കിടന്ന് കഷ്ടപ്പെടും. ചില സിനിമകൾ കാണുമ്പോൾ ആദ്യമേ കാണിക്കുമല്ലോ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അനൗൺസ് ചെയ്യുമ്പോഴേ അവര് പൈസ കൊടുത്ത് മേടിക്കും അതിന്റെ പരിപാടി. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഇപ്പൊ കത്തിയിരിക്കുന്നത് എന്റെ ബാബുസ്വാമി സോഷ്യൽ മീഡിയയിൽ ഭരിക്കുകയാണ്. ബാബുസ്വാമി എന്റെ ക്ഷേത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. നന്നായി നൃത്തം ചെയ്യാൻ അറിയാം. നമ്മൾ ഒരുമിച്ച് നൃത്തമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാബുസ്വാമി അപ്പൊ ബാബുസ്വാമി വലിയ തൊഴിൽ നന്നായിട്ട് നൃത്തം ചെയ്യും. പക്ഷെ പാവം അവര് എനിക്ക് ഭയങ്കര എനിക്കും പാവം പോലെ വീഡിയോ ഒക്കെ കാണും, നല്ല രസമാണ്. പറഞ്ഞ ഒരു മറ്റേ ചില ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പുള്ളിക്കാരെ ആൾ ദൈവം എന്നാണ് പറയുന്നത്. പക്ഷെ ചില ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഈ ഷ്രൂഡാണ്. അവര് മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ള രീതിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നത്. ഈ പുള്ളിക്കാരിക്ക് എന്തോ ചെറിയൊരു അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും അല്ല. പുള്ളിക്കാരി അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ ഒരു കണ്ടന്റ് എടുക്കുന്നു, ഇടുന്നു. അത് അവരുടെ യൂണിവേഴ്സ്, അത് അങ്ങ് പോട്ടെ. പിന്നെ ഇവൻ സിനിമയിൽ വരെ വന്നിട്ടുണ്ടല്ലോ, പുള്ളിക്കാരുടെ വോയിസ് സിനിമയിലൊക്കെ, അതെല്ലാം രസമായിരുന്നു. അത് ഏത് സിനിമയായിരുന്നു? മറ്റേ ബേസിലിന്റെ പടം, മരണവാസം വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ റീസെന്റ് അവരുടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു, ഈ ദൈവങ്ങളല്ലെങ്കിൽ ദൈവങ്ങളുടെ മീറ്റപ്പ് അല്ല, ആൾദൈവം സ്വാമിമാരുടെ ഒക്കെ ഒരു മീറ്റപ്പ്. സന്യാസി ആൾദൈവങ്ങളെന്ന് പറയുന്നത് സന്യാസിമാരല്ലേ? അല്ലല്ല, സന്യാസിമാര് വേറെ, ആൾദൈവങ്ങൾ വേറെ. ഇപ്പൊ ആൾദൈവങ്ങൾ എന്ന് വെച്ചാൽ അത് ഭയങ്കര പ്രശ്നമാവണ ടോപ്പിക്കാണ്. നമ്മൾ ആരെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ട്, ഇവിടെ കൊല്ലത്തൊക്കെ ഉണ്ട്, ആൾദൈവങ്ങളൊക്കെ ഉണ്ട്. ആരും പേര് പറയുന്നില്ല, പക്ഷെ കുറെ സ്ഥലങ്ങളിൽ ആൾദൈവങ്ങളുണ്ട്. ഈ ഇടയ്ക്ക് ഒരാൾ സമാധിയായില്ലേ ഇവിടെ തന്നെ നെയ്യാറ്റിൻകരയിൽ, അത് ആൾദൈവം എന്നാണ് പറയണം. മരിച്ചു കഴിഞ്ഞിട്ട് ദൈവമായി എന്നൊക്കെ പറയണം. അങ്ങനെ ഉണ്ട്, അല്ലാതെ സ്വാമിമാരല്ലാതെ ഉണ്ടല്ലോ, അല്ലാതെ ഉണ്ട്. അപ്പൊ ഇതില് ഒരു പുള്ളി വന്നല്ലേ, ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ചണ്ടാള ബാബയോ അങ്ങനെ പുള്ളി ഒരു ഡാൻസ് ഒക്കെ കളിച്ച് പുള്ളിയുടെ ഫ്രണ്ടിൽ വേറൊരാൾ ഡാൻസ് കളിച്ച്, അതുണ്ടായിരുന്നു. ഒരു താടിയൊക്കെ വെച്ചിട്ട് മനുഷ്യൻ വന്ന് ഡാൻസ് കളിച്ച് കാലിലൊക്കെ. ബാബുസ്വാമില്ല, വേറെ മനുഷ്യൻ, പുള്ളിയുടെ ശിഷ്യൻ, ഈ ചണ്ടാള ബാബയുടെ ശിഷ്യൻ വന്നിട്ട് കാലിലൊക്കെ ഉമ്മ വെച്ചിട്ടൊക്കെ പോകും, ഞാൻ പാദസേവയൊക്കെ ചെയ്ത്. അപ്പൊ പുള്ളി പറയണത് ആൾദൈവം എന്ന് പറഞ്ഞിട്ടില്ല, ഇവരാരും ആൾദൈവം അല്ല, പുള്ളി ഈ ഗുരുവാണ്. അങ്ങനെ പറയണ ഒരു കൊച്ചു ചെറുക്കാനുണ്ട്, അറിയാമോ, നോർത്ത് ഇന്ത്യയില്? അയ്യോ ഉണ്ട്, ഒരു അറിയാം. അവനാണെങ്കിൽ ഇടയ്ക്ക് ഒരു നല്ല രസമുണ്ട്, ഒരു തക്കടു പയ്യൻ. തക്കടു പയ്യൻ, എന്റെ പൊന്നോ, ഭയങ്കര പൈസ സെറ്റപ്പ് ആണടാ. അവന്റെ അച്ഛനമ്മയാണ് ഇത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. എന്തോന്നാണ് ചെയ്യണ? ഇത് തന്നെ ആൾദൈവം എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ് 5, 10ാം ക്ലാസ് ഒക്കെ ആയിക്കാണ്. ഇവൻ ചെന്ന് സ്കൂളിൽ ചെന്നിട്ട് സ്പിരിച്വൽ ലീഡർ എന്ന് പറഞ്ഞിട്ട് പൊസിഷൻ ഒക്കെ കൊടുത്തടാ. സ്കൂളില് സ്പിരിച്വൽ ലീഡർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ കൊടുത്തിട്ട് അവൻ മറ്റേ ഭഗവത്ഗീത എന്തോ സംഭവമൊക്കെ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും. അപ്പൊ ബാക്കിയുള്ളവർ ഇങ്ങനെ എഴുന്നേറ്റ് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാൻ ആലോചിച്ചു, സ്കൂളില് ഇതൊക്കെ വേണോ? മറ്റേ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പുള്ളി ശ്രീ രവിശങ്കർ പുള്ളിയുടെ അടുത്താണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് പോയിട്ട് എന്തോ ഇതാക്കും, അപ്പൊ മൈൻഡ് ചെയ്യില്ലെന്ന് തോന്നുന്നു, ഞാൻ മാറ്റി നിർത്തി. എനിക്കത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഏവം കാണുമ്പോ തന്നെ അറിയാം പൈസക്ക് മാത്രമുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇന്ത്യയിലൊരു വലിയ പ്രതിഭാസമാണ് ഈ സ്വാമിമാരും പക്ഷേ ഇത് ഒരു ആൾക്കാർ കണ്ടത് ഒരു കോമിക്കൽ രീതിയിലാണ് കണ്ടത്, നാടകം പോലെ തോന്നുന്നു. ഞാൻ അത് വിചാരിച്ച് നാടകം ഇരിക്കുന്നു. പക്ഷെ പുള്ളിയുടെ ഒരു വേറൊരു ഇത് കണ്ട്, ഈ പുള്ളിയുടെ ഈ ചണ്ടാള ബാബയുടെ ഒരു സാധനം കണ്ടതിൽ പുള്ളി പറയണത്, പുള്ളി ഈ ദേവസ്വം അംഗീകരിച്ച കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഈ
ഈ തന്ത്രവിധികളും ഇതൊക്കെ പഠിപ്പിക്കണം. അപ്പൊ അതിലൊരു സാധനത്തിൽ അപ്രൂവ്ഡ് ആളാണ് പുള്ളി ഇത് പഠിപ്പിക്കുന്ന ആളാണെന്നാണ് പറയണത്. പക്ഷെ പുള്ളിയുടെ അറ്റയർ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലെ ഈ പണ്ടത്തെ സിനിമയിലൊക്കെ കാണും പോലെ ഒരു മറ്റേ ഈ കാളയിൽ ഒരു കൊമ്പൊക്കെ ഊതി അത് ഞാൻ ഓമന ഷോയിൽ കണ്ടിട്ടുണ്ട്. ശിവന്റെ ഇവിടെ ഒരു സാധനം ഉണ്ട്, കണ്ടില്ലേ? പുള്ളി ഇത് ഊതാൻ വേണ്ടി. അതും പിന്നെ ഒരു ആമേര തോട്. ഈ ആമേര തോട് എന്തിനാ അതിനാണ് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് പോലീസ് കിടന്നപ്പോ എടുത്ത് വെച്ചതായിരിക്കും. കണ്ടിട്ട് ഒറിജിനലായിട്ട് തോന്നുന്നു. ഒറിജിനൽ ആമത്തോട് തന്നെ തോന്നുന്നു. അപ്പൊ ആമയെ കിട്ടാൻ വലിയ പാടൊന്നുമില്ലല്ലോ. പക്ഷെ ഫോറസ്റ്റുകാരുണ്ടെങ്കിൽ സീനാവും, ചത്ത ആമയായിരിക്കും, ഇവർക്ക് പ്രശ്നമില്ലായിരിക്കും. അങ്ങനെ അതൊക്കെ ആയിട്ടാണ് പുള്ളിയുടെ അറ്റയർ ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ ഇന്റർവ്യൂവിൽ വരെയാണെങ്കിൽ കോട്ടൊക്കെ ഇട്ട് ഒരു ബ്ലാക്ക് ജീൻസ് ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പം പൊതുവെ ഉള്ള ഒരു സ്വാമിമാരുടെ അറ്റയർ ഒന്നും അല്ല, ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ പുള്ളി ആൾദൈവം അല്ല, ഇത് പഠിപ്പിക്കുന്ന ഇതാണ്, പ്രമുഖാണെന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി പറയുന്ന മന്ത്രങ്ങളും ഭയങ്കര ഡിഫറെന്റാ. അതിൽ തന്നെ ഉണ്ട് എന്തൊക്കെയോ പറയണത്. ചോളപ്പുരി എന്നിടയ്ക്കിടയ്ക്ക് പറഞ്ഞുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെയാണ് കൂടുതൽ കണ്ടത്. ഞാൻ ഇത് അവരുടെ ഈ ഒരു സാധനം കണ്ടെന്ന് ഇല്ല. ഞാൻ സത്യം പറയുന്നത് കണ്ടില്ല. ഞാൻ ഈ റീലാണ് കണ്ടത്. പുള്ളി ഈ ബാബുസ്വാമിയുടെ റീല് 2-3 തവണ വരും. ഈ ഇടയ്ക്ക് ശ്രീകാന്ത് കെട്ടിയാലും അതിന്റെ ഒരു സാധനം. അപ്പം ഇത് 2-3 തവണ കണ്ടു കഴിഞ്ഞാലേ ഇതുവരെ റേറ്റുള്ള സാധനങ്ങൾ എല്ലാം വരും. അപ്പൊ നമ്മൾ ഇത് കാണും. ഇത് കാണുമ്പോ അടുത്തത് വരും. അതിനറിയാം നമ്മൾ എന്ത് തരണമെന്ന്. അത് തന്നോണ്ടിരിക്കും. അത് മാത്രമേ കുറച്ച് ആള് കാണുള്ളൂ. ഇനി ഇത് മാറ്റണം. ഇവര് സംഭവം എന്ന് പറഞ്ഞാൽ ആത്മീയ ഗുരു. അതാണ് പുള്ളി എന്തോ ആത്മീയ ഗുരു, തന്ത്രങ്ങൾ വിധികൾ പഠിപ്പിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. നാഗചൈതന്യ ചേച്ചി കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ക്യാമറ കൊണ്ട് വരുമ്പോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല, അത് അകത്ത് കഴിച്ചപ്പോ അകത്ത് പോയെന്ന് ഞാൻ ഇട്ടിട്ട് വരാം. അവര് ജെന്യൂനായിട്ടാ അവര് കൊള്ളായിരുന്നു. അവര് ഭയങ്കര ഇന്നസെന്റ് ഭയങ്കര ഇന്നസെന്റും. ഇത് ലൈവ് നല്ല രസമാണ്. അവര് കൊറേ ഇത് കാര്യങ്ങള് റിപ്ലൈ കൊടുക്കണതും റിപ്ലൈയിലൊക്കെ അടിച്ചിരുത്തി കളയും. ഇപ്പൊ നമ്മള് പറയൂലേ സായി പോപ്പി അല്ലെങ്കിൽ ഈഗിൾ അല്ലെങ്കിൽ തൊപ്പിയുടെ ഒക്കെ ലൈവ് ആണ്. അല്ലോ അതിനെക്കാളും ഒക്കെ ഏകദേശം അതിനേക്കാളും കിടിലം എന്റർടൈൻമെന്റ് ആണ്. ഇവര് അങ്ങനെ ട്രൈ ചെയ്യണതും അല്ല, നാച്ചുറലായിട്ട് പറഞ്ഞാണ്. മറ്റേത് ഇത് വരാൻ വേണ്ടി വരുത്തുന്നതും അല്ല. പുള്ളിക്കാരി നാച്ചുറലായിട്ട് എല്ലാം തന്നെ. അല്ല ഈ സാധനമൊക്കെ എന്തിനായിരിക്കും ഇപ്പൊ പൊങ്ങി പറഞ്ഞത്? ഇങ്ങനൊരു സാധനം മുമ്പ് കണ്ടിട്ടില്ല. ഇങ്ങനെ ആത്മീയതയും ഈ ക്യാമറയൊക്കെ വെച്ചുള്ള ആത്മീയത മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പൊ ഫുള്ള് സോഷ്യൽ മീഡിയയുടെ ടൈമല്ലേ. അപ്പം അവർക്ക് ആത്മീയത ഇപ്പം ഈ ഹിന്ദു ഗ്രൂപ്പ്സ് മാത്രമല്ല, എല്ലാവർക്കും ആത്മീയ ഗ്രൂപ്പ് എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആത്മീയത കേട്ടുന്നത്. ഒരു പയ്യന് മറ്റേ ഫിസിക്സിന് എന്തോ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. അത് ചുമ്മാ തള്ളല്ലേ. അത് അവനെന്തോ ബുക്ക് എന്തോ കൊടുക്കുന്നോ അവര് എന്തോ പഠിക്കാനുള്ള സംഭവം കിട്ടി. അവര് കുറച്ചുകൂടെ ഈ ലൂസി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, ഒരു എത്തിസ്റ്റ് ആൾക്കാരുടെ. അവര് അതിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്, അവൻ എന്താണ് എന്ത് സ്കോളർഷിപ്പാ കിട്ടിയാന്നുള്ളത്. അവിടെ കാണുന്നതായിരിക്കും നല്ലത്. നമ്മള് പറയണത് അത്ര ശരിയാവും. എനിക്കും അത് ഞാൻ ഒരു ഇതുപോലൊരു പേജിൽ വായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ തെറ്റായിരിക്കാം. അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഹോം സ്കോളറാണ്, സ്കൂളിൽ പോകാൻ. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുമല്ലോ, അപ്പോഴത്തേക്കും ഇവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ പുള്ളിയുടെ പേരും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരു സാധനം പഠിക്കാൻ വേണ്ടി കൊടുത്തു ഹോം സ്കൂൾ ആയിട്ടുള്ളവർക്ക്. അത് വെച്ചിട്ടാണ് ഇത് തള്ളുന്നത്. എനിക്ക് മനസ്സിലായത് ഇത് ബ്ലാക്ക് ഹോള്, വൈറ്റ് ഹോള്, പിന്നെ എന്താ ടൈം ട്രാവല്, റിലേറ്റിവിറ്റി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇവര് പുള്ളിക്കാരൻ സംസാരിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ അതാണ് മറ്റേ ആധികാരികമായിട്ട് എല്ലാം ഇങ്ങനെ ആധികാരികതയല്ല പറയണത്. ഇങ്ങനെ സംസാരിക്കണ അത്രയും മറ്റേ അത് പോകുമ്പോ ബ്ലാക്ക് ഹോളിൽ ഇത് വരും അത് വരും അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു ഇത്രയും ഉണ്ടാക്കിയത് ഇതെങ്ങനെയാണ്, ഒരു ക്രിയേറ്റർ ഉണ്ട്, അങ്ങനത്തെ രീതിയിൽ യൂണിവേഴ്സ് ഉണ്ടായത് ബിഗ് ബാങ്ങിലാണ്. അപ്പൊ ബിഗ് ബാങ് ഉണ്ടാക്കാനുള്ള നിമിത്തമായത് ഒരു ക്രിയേറ്റർ ആണ്, അങ്ങനത്തെ രീതിയിലുള്ള. അത് സയന്റിഫിക്കലി എവരും പറയും. അതായത് ദൈവം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ
തന്നെത്താനും ഉണ്ടാവൂല, അതാരെങ്കിലും ഉണ്ടാക്കണം, അപ്പൊ ഒരു ക്രിയേറ്റർ ഉണ്ടെന്നുള്ള സാധനം എല്ലാരും പറയും. അപ്പൊ എന്റെ ഡൗട്ട് ക്രിയേറ്ററിന് ഒരു ക്രിയേറ്റർ, അപ്പൊ അതവര് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനത്തെ സാധനം കുറെ നാളായിട്ട് ഇങ്ങനെ ഡിബേറ്റബിൾ. അത് സയൻസും കൂടെ ചേർത്തല്ലേടാ പറയണ. സയൻസിൽ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സയൻസ് ചേർത്ത് പറയുന്ന ഈ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, ഓരോ സാധനങ്ങൾക്ക് സയൻസ് ചേർത്ത് ഇടുമ്പം അത് റീസണിങ് ആണ്. അതായത് ഇപ്പൊ അവര് പണ്ട് സതി ചെയ്തുകൊണ്ടിരുന്നത് നല്ലതാണെന്ന് പറയാൻ അതിന് സയന്റിഫിക് റീസൺ എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും വെച്ച് വളച്ചൊടിച്ച് പറയും. അതേപോലത്തെ സൊസൈറ്റിയിൽ അങ്ങനെ ആയിരുന്നു, അങ്ങനെ സൊസൈറ്റിയിൽ അതായിരുന്നു. പിന്നെ ചിലപ്പോൾ മറ്റേ എന്തോന്ന് ബാക്ടീരിയ കയറുന്നതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയും, അവര് പറയും. ആ ഈ സയൻസ് ഈ മതവും കൂടെ കൂട്ടിപ്പിടിക്കണതുണ്ടല്ലോ, അതൊരിക്കലും ചേരില്ല. അതൊരു അത് മതം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവർ സയൻസ് പഠിക്കണേ. മതം പ്രൊമോട്ട് ചെയ്യാനും അതിന്റെ കൂടെ അവരുടെ റോങ് ആയിട്ടുള്ള സാധനങ്ങള് അവര് ലോജിക് ആക്കി, അവര് അത് എന്താ പറയാ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനങ്ങ് യൂസ് ചെയ്യും. കുറെ ആൾക്കാർ അതിൽ പെട്ടു. അത് തന്നെ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ച കുറച്ച് ആൾക്കാർക്ക് ഈ ഇതിങ്ങനെ പഠിക്കുമ്പോഴേ, ഇപ്പം എവല്യൂഷനൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഇതെങ്ങനെയാണ് ആ ഒരു അതിൽ മൊത്തത്തിലൊരു ഇതുണ്ടല്ലോ, ആ ഒരു റീസണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴ് നമ്മൾ വിചാരിച്ച ദൈവം അങ്ങനെ അല്ലെന്നൊക്കെ തോന്നും. അത് തോന്നാതിരിക്കാനും കൂടെ ആയിരിക്കും മോഡേൺ ആയിട്ട് ഈ സയൻസും കൂടെ ഇതിൽ കൊളാബറേറ്റ് ചെയ്ത് ഇതിൽ റിലീജിയനും ദൈവവും കൂടെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും പഠിച്ച ഇത്രയും ഇതുള്ള ആൾക്കാർക്കും അങ്ങനെയാണല്ലോ. അല്ല ഇവര് പറയുമല്ലോ, അതായത് ഇത്രയും പഠിച്ച ആൾക്കാർ, അതായത് അവരോട് ISRO സയന്റിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവരെക്കാളും വിവരമുള്ള ആൾക്കാരല്ലോ നിങ്ങൾ, അവർക്ക് വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കും? അതൊക്കെ ആൾക്കാരുടെ ചോയ്സ് ആണ്, വിശ്വസിക്കണേ വേണ്ടെന്നുള്ളത് ചോയ്സാ. പക്ഷെ ഇതിൽ ഇങ്ങനെ പറയുമ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ പറയും, നമ്മൾ കുറെ ഇംഗ്ലീഷ് വേർഡും കുറെ സയൻസിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ എന്നേക്കാൾ വിവരം ഉണ്ടായിരിക്കുക. പക്ഷെ അതിലൊരു സൂപ്പർസ്റ്റീഷ്യസ് ഉണ്ടെങ്കിലേ അതുണ്ടെങ്കിൽ അതങ്ങ് റിജക്റ്റ് ചെയ്ത് കളയുക. ഇപ്പം വലിയൊരു ഭയങ്കര ജ്ഞാനിയാണെങ്കിലും യുക്തിക്ക് നിരക്കാത്തയാണെങ്കിൽ നമ്മളും ഇപ്പം മതങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ മതങ്ങളിൽ കുറെ സാധനങ്ങൾ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്ന് അപ്ഡേറ്റ് ആവാതെ വരുന്ന ബഗ്ഗുകളാണ് നമ്മളും കുറ്റം പറയുന്നത്. അതായത് സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഈ ഒരു ഇതില് സയൻസുമായിട്ട് കൂടിയാവാത്ത ബഗ്ഗുകള് ന്യായീകരിക്കാൻ വേണ്ടി ഇത് ഫീച്ചറാണ്, ഈ ഒരു സാധനം ഇങ്ങനെ ഉണ്ടെങ്കിലേ അന്നത്തെ കാലത്ത് ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞത് റീസൺ ഉണ്ട്. അതിങ്ങനെ ഈ സംഭവം അതുകൊണ്ടാണ് വരുന്നത്. പണ്ട് നമ്മളിപ്പം ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും പലയിടത്തും ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട്, നോർത്ത് ഇന്ത്യയിലും ഇപ്പോഴും പറയാതെ തന്നെ ഒരു സാധനം ഉണ്ട്. അടുത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് അന്നത്തെ സമയത്ത് ഇത് ആവശ്യമായിരുന്നു, ഈ ക്ലാസ്സാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ക്ലാസ്സാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് ആവശ്യമായിരുന്നു. അത് മാത്രമല്ല അന്ന് ഇങ്ങനെ ആയിരുന്നില്ല ജോലി. ഇപ്പം നീ ഈ ജോലിയാണ് ചെയ്യണമെങ്കിൽ നീ ആ ജാതിയാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് ടാലിയാക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ഈ സാധനം ഓക്കെ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയണത്. നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതെന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, എത്ര പഠിച്ചവർ പറഞ്ഞാലും. അതല്ലടാ, യുക്തിക്ക് നിരന്നതാണെങ്കിലും അതിലൊരു സയൻസിൽ ഈ സൂപ്പർസ്റ്റിഷ്യസ് കൊണ്ടുവരണമെങ്കിലേ അത് യുക്തിക്ക് നിരന്നതാണെങ്കിൽ അതങ്ങ് റിജക്ട് ചെയ്യണ്ടേ നമ്മൾ? റിജക്ട് ചെയ്യണല്ല, അതൊരു ഡേഞ്ചർ സാധനമാണ്. കാര്യം അത് ഈ ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഇപ്പം വിശ്വാസത്തിൽ നിന്ന് ഇത് പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് വിശ്വാസം പോകുന്നത്. അപ്പൊ ഇവര് ഇങ്ങനെ ഒരു സയന്റിഫിക് റീസൺ കൊടുക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ പഠിപ്പിച്ച് വിടുകയാണ്. ഇതിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെ ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ലോജിക് അപ്ലൈ ചെയ്താൽ മതി, അങ്ങനെ പറഞ്ഞു വിടുകയാണ് ചെയ്യണത്. അത് റോങ് ആണ്. അത് ഈ ഇപ്പം പൊളിറ്റിക്സും ഇവിടെ ഇന്ത്യയിൽ എന്തായാലും പൊളിറ്റിക്സും റിലീജിയനും കലർന്നു, അത് ആക്ച്വലി റോങ് ആണ്. അതേ ഒരു മൊത്തത്തിൽ റോങ് ആണ്. ഇപ്പൊ ഈ സയൻസും കൂടെ ഇനി ഇതിന്റെ കൂടെ കലർത്തുന്നത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് പ്രോപ്പറായിട്ട് സയൻസിന്റെ കൂടെ കലരൂലെന്ന് നമുക്ക് പറയാം, പക്ഷെ കലർത്താൻ പറ്റും, കലർത്താൻ ശ്രമിക്കാം. ഇപ്പൊ നീ ഇപ്പൊ ന്യായീകരിക്കാറില്ല എന്തെങ്കിലും, നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ട് പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കൂല, അതുപോലെ അവര് ന്യായീകരിക്കും. അല്ല പണ്ട് എനിക്ക് തോന്നണില്ല ഇത്രത്തോളം ചോദ്യം ചെയ്യപ്പെടുമായിരുന്നില്ല. അതായത് ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കുമായിരുന്നില്ല മുമ്പ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ അടിക്കുമ്പോഴേ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം വലിയ ഇത്തിരി പ്രായമുള്ള ആൾക്കാരാണെങ്കിലും മറ്റേ പിള്ളേരൊക്കെ വീഡിയോ ഇതൊക്കെ കാണാറില്ല, അപ്പൊ അവര് ചോദിക്കും
എന്താണ് അച്ഛാ ഇങ്ങനത്തെ സാധനം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അബ്ബ പഠിച്ചുകൊണ്ടിരുന്ന് പോകില്ലേ. അപ്പം അതിന് ഈ സാധനം ഇടും. അല്ല ഞാനും വിചാരിച്ചു സത്യമായ ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു വെച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതില് നടത്തുന്ന ആൾക്കാരൊക്കെ ഇത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഇതിന്റെ ഈ എല്ലാ ഇതിലും നിൽക്കുന്നത്. അവര് കുറച്ചാളുടെ കഴിയുമ്പോഴത്തേക്കും അവരുടെ ഒരു ജനറേഷൻ കഴിയുമ്പോൾ അതിന് തൊട്ട് താഴത്തെ ജനറേഷൻ കുറച്ചുകൂടി പഠിച്ചു വരുന്ന ആൾക്കാരല്ലേ, കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുന്നതും എല്ലാവരും. അപ്പം അവര് കുറച്ചും കൂടി ഈ സാധനങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തി അല്ലെങ്കിൽ ശരിയാക്കും, ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ള സാധനമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, അവരെക്കാളും എക്സ്ട്രീമാണ് ഈ നമ്മളുടെയൊക്കെ ഏജിലുള്ള ഈ മതം പറയുന്ന കുറച്ചും കൂടി പഠിച്ച ആൾക്കാർ. ഇവൻ പറയണ പോലെ ഇത് വെച്ചിട്ട് ബാക്ക് ചെയ്ത് കുറച്ചും കൂടി ടോക്സിക് ആയിട്ടാണ് അവർ പറയണത്. എന്നിട്ട് അവര് തന്നെ കുറച്ചും കൂടി റാഷണലായിട്ട് ചിന്തിക്കുന്ന അവരുടെ ഫോളോവേഴ്സ് ഇല്ലേ, 5 ദിവസം ഇത് കാണുകയാണെങ്കിൽ അവരുടെ ഇതും ബ്രെയിൻ വാഷ് ചെയ്യപ്പെടും. അങ്ങനെ കുറെ ആൾക്കാരുണ്ടടാ. ഞാൻ വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് ഇത് ഒരു 10-50 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിയാവുമെന്ന് വിചാരിച്ചു. അത് എനിക്ക് മനസ്സിലായത് എഡ്യൂക്കേഷൻ ഇപ്പൊ കുറച്ചും കൂടി വെറുക്കപ്പെടാനാണ് ബാക്കിയുള്ള മതങ്ങളെ എല്ലാവരും അങ്ങോട്ടും അടിക്കുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇപ്പൊ കുറച്ചും കൂടി വരണത്. ഞാൻ വിചാരിച്ച ആ സാധനം മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മാറൂല. അത് നേരത്തെ കൂടുതലായാലേ ഉള്ളൂ. ഇപ്പോഴും അതാണ് ഇപ്പൊ കൂടുതൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അതാണ് പുഷ് ചെയ്തുകൊണ്ട് വരണത്. എല്ലാവരും അവരവരുടെ കണ്ടന്റുകൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലായാലും അവര് മാക്സിമം നമ്മളെ പോലെ ഒന്നും അല്ല, വല്ലപ്പോഴും അപ്ലോഡ് ചെയ്യുന്നല്ല, എപ്പോഴും ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ മോർണിംഗ് ഈവനിങ് നൈറ്റ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ എല്ലാത്തിലും എല്ലാ ആൾക്കാരും ചെയ്യാറുണ്ട്, മാക്സിമം പുഷ് ചെയ്യും. എല്ലാ മതങ്ങളും ഉണ്ട്, ഒന്നൊന്നുമല്ല, എല്ലാവരും ഡിഫെൻഡ് ചെയ്യാണ്. ഇവര് പറയണത് മറ്റവർ നിങ്ങൾക്കെതിരെ വരുന്നു, ഇങ്ങനെ വന്നിട്ട് ഓരോ സാധനങ്ങൾ പുഷ് ചെയ്യും. പണ്ടൊക്കെ ഞാനും ഇപ്പം പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ കാരണം ഒരു ചേഞ്ച് ഉണ്ടാകുമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ സിസ്റ്റവും മാറുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? അല്ല, എഡ്യൂക്കേഷനും അതിനും വേറൊരു സാധനമാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഒരു ഇതിന് പഠിപ്പിക്കണം എന്നുള്ള ആ സാധനങ്ങൾ മാത്രമേ പഠിപ്പിക്കൂ. അതായത് ഇപ്പോഴത്തെ ഭരിക്കുന്ന ഗവൺമെന്റിന് എന്താണോ ഇപ്പൊ ഓരോ സ്ഥലത്തായി ചെന്നാലും അങ്ങനെ ആയിരിക്കും എന്ന് തോന്നും. അല്ല, എനിക്കും അല്ലടാ, ഇത് എഡ്യൂക്കേഷൻ ഒരു പാർട്ടാണ്. നമ്മൾ ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു എന്നുള്ളൊരു പാർട്ടാണ്. ഇപ്പൊ പണ്ട് കൊച്ചിലെ ഞാൻ വിചാരിച്ചിരുന്ന സാധനങ്ങളൊന്നും അല്ല. മേ ബി കഴിഞ്ഞ ഒരു 7-10 വർഷത്തിലൊക്കെ ഞാനൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമ്മളും കൂടെ വിചാരിക്കണം മാറണമെന്നുള്ളത്. നമ്മളൂടെ വിചാരിക്കണം മാത്രമല്ല, ഇപ്പം സോഷ്യൽ ഈ മൊബൈലിന്റെ സാധനം എന്താണ് പറയാം, നമുക്ക് കിട്ടുന്ന സാധനങ്ങളില്ലേ, നമ്മളെ ഫീഡിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ അത് നമ്മളെ ഭയങ്കരമായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിനൊരു റെഗുലേഷൻ ഒക്കെ വരേണ്ടതല്ലേ. ഒരു ടോക്സിക് സാധനങ്ങൾ, അതെ ശരിയാ. അല്ലടാ, ഇതിപ്പോ സോഫ്റ്റ് ആയിട്ടാണെങ്കിലേ ചില സാധനങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മളെ മൈൻഡിനെ ഇത് ചെയ്യുന്നത്. എന്താ പറയണത്, എന്ത് പറയണ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സ്ലോ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ട് പറയുന്ന സാധനം ഒരു ഭയങ്കര തീവ്രവാദ സ്വഭാവമുള്ള ഒരു സാധനമൊന്നും ആയിരിക്കില്ല നമുക്ക് വരുന്നത്. പക്ഷെ പതിയെ അത് വരുമ്പോഴത്തേക്ക് കുറെ നാളത് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ പതിയെ ബ്രെയിൻ വാഷ് ആവും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും റെഗുലേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത് റെഗുലേറ്റ് ചെയ്യാൻ പാടാ. കാരണം ഇന്ത്യ പോലത്തെ മറ്റേ ഫ്രീഡം ടു എക്സ്പ്രഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് റെഗുലേറ്റ് ചെയ്താലും അതൊക്കെ തള്ളിപ്പോവും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ മാത്രം അല്ലടാ, ഇത് ഇങ്ങനെയുള്ള ഇതെല്ലാം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ചായവും കൂടിയൊക്കെ കാണും, അവരുടെ ഒരു പാർട്ടും കൂടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് അങ്ങനെ പോകും. അതല്ലടാ, ഇപ്പൊ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫീൽഡിൽ വരണതല്ലേ, ക്രിയേറ്റ് ചെയ്യണതാണല്ലോ. അത് ക്രിയേഷൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു ഇതൊന്നും ഇപ്പൊ ഉണ്ടെന്ന് തോന്നണില്ല. ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും അങ്ങനെ ഒരു സാധനം, മതപരമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല, മതപഠനം പാടില്ല, അങ്ങനെയൊന്നും ഉള്ള ഒരു സ്റ്റാൻഡ് ഇന്ത്യൻ ഒരു ഇതില് അങ്ങനെ എടുക്കാനും പറ്റൂല. അങ്ങനെ ഒരു മതപഠനം പാടില്ല അല്ലെങ്കിൽ മതത്തിന്റെ ഇത് വരില്ലെന്നല്ല, ഇതില് ഇത്തിരി ടോക്സിക് സാധനങ്ങളുണ്ട് പലതിലും. ചില സാധനങ്ങൾ പറയുമ്പം അങ്ങനെയുള്ള സാധനങ്ങൾ കുറയ്ക്കും. ഈ ഒരു സാധനം തന്നെ ഇപ്പൊ സയൻസിൽ ഇത്രയും കാര്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഈ ഇത്രയും ഒരു തിയററ്റിക്കലായിട്ടും എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇത് പറയുന്നത്. ഭയങ്കര ഫിസിക്സിനെ പറ്റി ഭയങ്കര ഇതുള്ള ആള് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാണ്, ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് ആധികാരികമായിട്ട് പറയാണ്, സ്കോളർഷിപ്പ് ഉള്ള ആള്. അത് തന്നെ അതൊരു ഭയങ്കര ഒരു സംഭവമല്ലേ ആ ഒരു സാധനം. ഇത് കേൾക്കണ ഒരു കുറച്ച് വിശ്വാസമുള്ള ഒരു ഇതിലങ്ങ് അങ്ങനെയാണ് കാര്യങ്ങളെന്ന് വിചാരിക്കൂലേ.
അല്ല അതിപ്പം ഓരോരുത്തരുടെ ഇതല്ലേ ഇപ്പം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സയൻസിന്റെ ഒരു ഇതില് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റോങ് ഇൻഫർമേഷൻ അല്ലേ. അല്ല ഇപ്പം അത് അവരുടെ ഒരു ഇത് വെച്ചിട്ട് അയാൾ പറയാണ് ക്രിയേറ്റർ ഉണ്ട്, അത് അവരുടെ ഇഷ്ടം, അതിൽ കുഴപ്പമൊന്നുമില്ല, അതെനിക്ക് റോങ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അത് ബാക്കിയുള്ളവർ നീ നേരത്തെ പറഞ്ഞ പോലെ നീ പറഞ്ഞില്ലേ ഇപ്പം എത്ര വിവരമുള്ള ഒരാൾ പറഞ്ഞാലും നമ്മളുടെ വ്യക്തിക്ക് നിരക്കാത്തയാണെങ്കിൽ തള്ളിക്കളയുക. പക്ഷെ ഇത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തോ ഭയങ്കര കിടിലായിട്ടുള്ളൊരു പയ്യൻ, ഇത്രയും ഇതായിട്ടുള്ളൊരു പയ്യൻ വന്നിട്ടാണ് ഇത് പറയുന്നത്, ഇത്രയും അതായത് ഇത്രയും സയന്റിഫിക് ആയിട്ട് നോളജ് ഉള്ള ഒരാൾ പറയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് നരേറ്റീവ് പുഷ് ചെയ്യണം. ആ നരേറ്റീവ് പുഷ് ആയിരുന്നു അത്. പറഞ്ഞത് അല്ലാതെ മറ്റേ പയ്യൻ ഇപ്പം പറയാനുള്ള ഇതുണ്ട്, കാര്യം അവൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു വെച്ചേക്കണം, ഇങ്ങനെ ഒരു ക്രിയേറ്റർ ഉണ്ടെന്നായിരിക്കും അവന്റെ ലോജിക്കല് ചിന്തിക്കുന്നത്. നമുക്ക് പറഞ്ഞുകൂടാന്ന് പറയാൻ പറ്റില്ല. എനിക്കും തോന്നിയത് അതാണ് കാര്യം. ഇപ്പം പുള്ളിയുടെ പെർസ്പെക്റ്റീവ്, പുള്ളിയുടെ എന്താണെന്നുള്ളത് പുള്ളിയുടെ സ്വാതന്ത്ര്യം, പുള്ളിക്ക് അൺനെസസറി ഹേറ്റ്നെസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കിട്ടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ പുള്ളി പോയി നിന്നൊരു പ്ലാറ്റ്ഫോമും ആ പ്ലാറ്റ്ഫോം അവരുപയോഗിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അജണ്ട ഉണ്ടല്ലോ, അത് വേറെയായിരുന്നു. അപ്പൊ അവരാണ് ആക്ച്വലി അത് പ്ലാൻ ചെയ്ത് പുഷ് ചെയ്യുന്നത്. അത് അവര് തന്നെയാണ്. ഇതൊരു മൈനർ അല്ലേ. ഞാൻ ഇത് പുള്ളി ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് പുള്ളിക്കാരന് എതിരെയല്ല, പുള്ളി ഒരു മൈനർ മാത്രമാണ്. അതിന്റെ ഇടയിൽ ഇത്രയും പുഷ് ചെയ്യണ ആൾക്കാരുണ്ടല്ലോ, അത് അവരെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു പുഷ് ചെയ്യാതെയും അങ്ങനെയൊന്നും ഈ ഒരു കൊച്ചുകുട്ടിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അതിനൊരു വേദി കൊടുക്കണം, ഇത് പറയാനുള്ള ഒരു വേദിയെങ്കിലും കൊടുക്കണ്ടേ, ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്ലാറ്റ്ഫോം. അതല്ല, അത് മാത്രമല്ല ഇപ്പം അവർ ആ ഒരു സ്റ്റോറി പുഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇവരുള്ള ഒരാൾ പറയുന്നു ഇങ്ങനൊരു ക്രിയേറ്റർ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്, ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് കിട്ടിയ പയ്യൻ. അപ്പൊ നമുക്കെന്ന് പറഞ്ഞപ്പം ഭയങ്കര ഒരു ചെറിയൊരു വയസ്സിൽ ഒരു റിസർച്ച് പർപ്പസിന് വേണ്ടി ഒരു സ്കോളർഷിപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്, ഒരു പ്രോഡിക്കി എന്ന് പറയുന്ന സംഭവമാണ്. കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണല്ലോ ഞാൻ അറിഞ്ഞത്. അപ്പം അത് ആ ആളെ കൊണ്ട് ഈ സംഭവം പറയിപ്പിക്കുക എന്ന് പറയണത് അത് വേറൊരു. ഇപ്പൊ നമ്മളെടുത്ത് വന്നിട്ട് ഇപ്പോൾ നമുക്കൊരു ജീനിയസ് ആയിട്ട് തോന്നുന്ന ഐസക് ന്യൂട്ടൺ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയണ OSB എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, ഓൾഡ് സ്കൂൾ ബോയ്സ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഐസക് ന്യൂട്ടനെ റെസ്പെക്ട് ചെയ്യണ കുറച്ച് പേർക്ക് കാണുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങേരെന്തോ ഒരു ജീനിയസ് ആണെന്നുള്ള വിചാരിക്കുന്ന ആൾക്കാർ കാണുമല്ലോ. അവരെങ്കിലും അപ്പൊ OSB എന്തൊരു സെറ്റപ്പായി എന്ന് വിചാരിക്കുമല്ലോ. അതാ അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ. ഇത് വേറെ ഇന്നത്തെ എപ്പിസോഡിൽ ഡബിൾ ഊക്കാണ്. ഒന്ന് PR-ന്റെ, രണ്ട് ഇത് മതത്തിന്റെ സംഭവം. എന്തായാലും ഇന്ന് ജിങ്കാലാലയാണ് കാത്തിരിക്കുന്നത്. ഇന്ന് പോയി എഴുതി അടച്ച് കെട്ടണം ഏലസൊക്കെ. ശരിയാ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയങ്ങൾ അല്ലേ. നമ്മള് ഇപ്പോൾ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. പിന്നെ പറഞ്ഞു തന്നപ്പോ നമ്മള് കുറച്ച് കാട് കയറി, എവിടെയൊക്കെയോ പോയി, എവിടെയൊക്കെ എത്തി, എന്തൊക്കെയോ പറഞ്ഞു. അതെല്ലാം ഉല്ലാസ് കട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിൽ, ശുഭപ്രതീക്ഷയിൽ. അതെ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേറൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ പറയുക. അത് നമ്മളുടെ ഒരു അഭിപ്രായം മാത്രമാണ്. സിനിമ കരിയർ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്, അതല്ലെങ്കിലും തുടങ്ങിയിട്ടുമില്ല. അത് അപ്പോൾ നിങ്ങള് അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും അവൈലബിൾ ആണ് ഇൻഡിപെൻഡന്റ് ഫിലിംസിൽ എന്ന് വേണമെങ്കിൽ. പിന്നെ നമ്മളെ ഓഡിയൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ രക്ഷപ്പെടുത്തണം, നമ്മളെ തള്ളി വിടണം, കേട്ടണം. അല്ല, ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ആവണ്ടേ? അല്ലടാ, അവൻ പറയുന്നത് ഓഡിയൻസ് സിനിമാക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പരിഗണിക്കണമെന്ന്. അവര് വലുതാവുമ്പോ അങ്ങനെ അവരെന്തായാലും പരിഗണിക്കും. പിന്നെ നമ്മൾ നമ്മളുടെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നമ്മൾ നിങ്ങളുടെ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ നമ്മളുടെ അഭിപ്രായം റെസ്പെക്ട് ചെയ്യുക. മയത്തിലൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യും, പിന്നെ ഹൈപ്പ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേറൊരു എപ്പിസോഡുമായി പിന്നെ